2 ടോപ്പിക് കൂടെ കഴിയാനുള്ളൂ. അതുകൂടെ കഴിഞ്ഞ ആ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. എന്നിട്ട് നമുക്ക് ബാക്കി ടൈമിൽ ബോട്ടണി എടുക്കാം. കഴിഞ്ഞ ക്ലാസ്സിലെ എല്ലാം മനസ്സിലായോ? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല ചേച്ചി, കുഴപ്പമില്ല. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? പറ്റുന്നുണ്ട്, കുഴപ്പമില്ല. നമ്മള് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഫെർട്ടിലൈസേഷനും അത് കഴിഞ്ഞുള്ള ബാക്കി ഈവന്റ്സിന്റെ കാര്യങ്ങളൊക്കെയാണ്. ഇംപ്ലാന്റേഷൻ, അതുപോലെ ബാക്കി ഉണ്ടാവുന്ന സ്ട്രക്ചേഴ്സും അതിന്റെ ഫങ്ഷൻസും ഒക്കെ പറഞ്ഞു. സോ ഇനി നമുക്ക് പറയാനുള്ളത് പാർട്യൂറേഷൻ ആൻഡ് ലാക്ടേഷൻ. ഇതാണ് ഇതിനകത്ത് ലാസ്റ്റ് പാർട്ട്. സോ പാർട്യൂറേഷൻ വെച്ചാൽ എന്താ? നോർമലി ഡെവലപ്പ് ആയ അല്ലെങ്കിൽ കംപ്ലീറ്റ് 9 months കൊണ്ട് ഡെവലപ്പ് ആയ ബേബിയുടെ ബർത്ത്, ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് പാർട്യൂറേഷൻ. അതായത് ചൈൽഡ് ബർത്തിന് പറയുന്ന മറ്റൊരു പേരാണ്. അതാണ് പാർട്യൂറേഷൻ. അത് എൻഡ് ഓഫ് 3rd trimester അല്ലെങ്കിൽ 9 മാസം കംപ്ലീറ്റ് ആവുമ്പോഴാണ് നോർമലി പാർട്യൂറേഷൻ നടക്കുന്നത്. So the average duration of human pregnancy is about 9 months, which is called the gestational period. Vigorous contraction of the uterus at the end of pregnancy causes expulsion or delivery of the fetus. This process of the delivery of the fetus is called parturition. നമ്മൾ യൂട്രസിന്റെ മസിൽസിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും 3 ടൈപ്പ് ഓഫ് ലെയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഏതൊക്കെയാ നോക്കുന്നുണ്ടോ? എൻഡോമെട്രിയം, ഇന്നർ ലെയർ, ഔട്ടർ ലെയർ 2 ഉള്ള കാര്യം പറഞ്ഞായിരുന്നല്ലോ. ഓർക്കുന്നില്ല? ഓർക്കുന്നുണ്ട്. ഓക്കെ, സോ എൻഡോമെട്രിയം, മയോമെട്രിയം ആൻഡ് പെരിമെട്രിയം. അതിനകത്ത് മയോമെട്രിയത്തിലാണ് കോൺട്രാക്ഷൻസ് നടക്കുക. നമ്മൾ പറഞ്ഞു മയോമെട്രിയം എന്ന് പറയുന്നത് മസ്കുലർ ആയിട്ടുള്ള ഒരു വാള. അപ്പൊ അവിടെ ഉണ്ടാകുന്ന കോൺട്രാക്ഷൻസ് കാരണമാണ് ചൈൽഡ് ബർത്ത് അല്ലെങ്കിൽ പാർട്യൂറേഷൻ നടക്കുന്നത്. പിന്നെ പറഞ്ഞിട്ടുള്ളത് ഗസ്റ്റേഷൻ പീരീഡ്. ഗസ്റ്റേഷൻ പീരീഡ് എന്ന് വെച്ചാൽ ഒരു ബേബി ഫെർട്ടിലൈസേഷൻ തൊട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് വരെയുള്ള പീരീഡിന് പറയുന്ന പേരാണ് ഗസ്റ്റേഷണൽ പീരീഡ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഓരോ സമയത്ത് ഏതൊക്കെ പാർട്സ് ആയിരിക്കും ഫോം ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു. സോ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഓർഗൻ സിസ്റ്റം എല്ലാം ഡെവലപ്പ് ചെയ്ത് ചൈൽഡ് ബർത്തിന് റെഡി ആകുന്ന വരെയുള്ള പീരീഡിന് പറയുന്ന പേരാണ് ഗസ്റ്റേഷൻ പീരീഡ്. ചൈൽഡ് ബർത്ത് അങ്ങനെ ആ ചൈൽഡ് ബർത്തിന് പറയുന്ന പേരാണ് പാർട്യൂറേഷൻ, അല്ലെങ്കിൽ ഡെലിവറിക്ക് പറയുന്ന പേരാണ് പാർട്യൂറേഷൻ. ഈ പാർട്യൂറേഷൻ നടക്കുന്നത് എങ്ങനെയാ? Parduration is induced by a complex neuroendocrine mechanism. The signal for parduration originates from the fully developed fetus and placenta, which induce mild uterine contraction called fetal ejection reflex. ഈ fetal ejection reflex ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അവിടെ എന്താ സംഭവിക്കുന്നത്? ഈ പാർട്യൂറേഷൻ നടക്കണമെങ്കിൽ അതിനുള്ള സിഗ്നൽ ആദ്യം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫീറ്റസും പ്ലാസന്റയും കൂടി ആയിരിക്കും. അതായത് ഈ മദറിന്റെ ബോഡിക്കകത്തിരുന്ന് ഈ ഫീറ്റസും പ്ലാസന്റയും കൂടി കുറച്ച് കെമിക്കൽ സിഗ്നൽസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും. അതുവഴി ആ സിഗ്നൽസ് ബ്രെയിനിൽ ചെന്ന് എന്തിനെ ഇൻഡ്യൂസ് ചെയ്യും? യൂട്രസിന് കോൺട്രാക്ഷൻസ് ഉണ്ടാകും. യൂട്രസിന്റെ മയോമെട്രിയം ലെയറിൽ കോൺട്രാക്ഷൻസ് നടക്കും. അങ്ങനെ ഒരു
മൈൽഡ് ആയിട്ടുള്ള കോൺട്രാക്ഷൻസ് നടക്കുന്ന ആ ഒരു റിഫ്ലക്സ്, അതായത് ഫീറ്റസിൽ നിന്ന് സിഗ്നൽ ചെന്നിട്ട് യൂട്രസിന് കോൺട്രാക്ഷൻ ഉണ്ടാവുന്നു. അതിനെയാണ് ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ് എന്ന് പറയുന്നത്. ഈ ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ് ഈ മദറിന്റെ ബോഡിയിൽ ഹോർമോൺസിനെ ട്രിഗർ ചെയ്യും. സോ ദിസ് ട്രിഗേഴ്സ് റിലീസ് ഓഫ് ഓക്സിറ്റോക്സിൻ ഫ്രം ദ മെറ്റേണൽ പിറ്റ്യൂട്ടറി. Oxytocin acts on the uterine muscle and can cause stronger uterine contraction, which in turn stimulates further secretion of oxytocin. പിന്നെ എന്താ സംഭവിക്കുന്നത്, മൈൽഡ് ആയിട്ടുള്ള കോൺട്രാക്ഷൻസ് വന്നു കഴിയുന്ന സമയത്ത് ഈ മെറ്റേണൽ പിറ്റ്യൂട്ടറി, അതായത് മദറിന്റെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് ഓക്സിറ്റോക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ റിലീസ് ചെയ്യും. ഈ ഓക്സിറ്റോക്സിൻ ആണ് ബർത്ത് ഹോർമോൺ എന്നൊക്കെ അറിയപ്പെടുന്നത്. സോ ഈ ഓക്സിറ്റോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അത് ആക്ട് ചെയ്യുന്നത് യൂട്രസിന്റെ മസിൽസിലാണ്. ആ യൂട്രസിന്റെ മസിൽസിൽ വന്നിട്ട് വീണ്ടും നല്ല സ്ട്രോങ്ങർ ആയിട്ടുള്ള കോൺട്രാക്ഷൻസിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഈ സ്ട്രോങ്ങർ ആയിട്ടുള്ള കോൺട്രാക്ഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് വീണ്ടും എന്താ പറ്റുന്നത്, വീണ്ടും ഓക്സിറ്റോസിന്റെ ലെവൽ ഒന്നും കൂടി കൂടും. The stimulatory reflex between the uterine contraction and oxytocin secretion continues, resulting in stronger and stronger contraction. This led to the expulsion of the baby out of the uterus through the birth canal. പാർട്യൂറേഷൻ. സോ എന്താ സംഭവിക്കുന്നത്, ആദ്യം ഫീറ്റസ് ഒരു ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും. അതുവഴി മദറിന്റെ ബോഡിയിൽ ഓക്സിറ്റോസിൻ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഓക്സിറ്റോസിൻ ചെന്ന് യൂട്രസിന്റെ വാളിൽ ആക്ട് ചെയ്യും. അങ്ങനെ എന്ത് പറ്റും, കോൺട്രാക്ഷൻസ് ഉണ്ടാവും. ഈ കോൺട്രാക്ഷൻസ് ഉണ്ടാവുന്ന സമയത്ത് ഈ ഓക്സിറ്റോസിന്റെ അളവ് പിന്നെയും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും. സോ അതെന്താ പറയാ, ഒന്ന് കൂടുമ്പോൾ മറ്റേന്റെ ലെവൽ എന്താ കൂടിക്കൊണ്ടിരിക്കും. അതായത് കോൺട്രാക്ഷൻസ് കൂടുന്ന സമയത്ത് യൂട്രസിന് ഓക്സിറ്റോസിന്റെ ലെവൽ എന്ത് പറ്റും, അതും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ അതൊരു ഹയർ ലെവലില് ഓക്സിറ്റോക്സിന്റെ ലെവൽ വളരെ ഹൈ ആയി കഴിയുന്ന സമയത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള കോൺട്രാക്ഷൻസ് ഉണ്ടാവും. അതുവഴിയാണ് ബേബിയുടെ ബർത്ത് നടക്കുന്നത്. ആ ഒരു ഫുൾ പ്രോസസ്സിന് പറയുന്ന പേരാണ് പാർട്യൂറേഷൻ. പിന്നെ ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ് ആണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. സോ ഈ ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ് എവിടുന്നാ ഒറിജിനേറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കാറുണ്ട്. ഈ ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ് എവിടുന്നാ തുടങ്ങുന്നത്, ബേബിയിൽ നിന്നും, അതായത് ഫുള്ളി ഡെവലപ്പ് ആയ ഫീറ്റസും അതിന്റെ കൂടെ തന്നെ പ്ലാസന്റ, ഇത് രണ്ടും കൂടിയാണ് ഈ ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സിന് ട്രിഗർ ചെയ്യുന്നത്. The stimulatory reflex between the uterine contraction and oxytocin secretion continue, resulting in stronger and stronger contraction. This led to expulsion of the baby out of the uterus through the birth canal. Birth canal എന്താന്ന് ഓർക്കുന്നുണ്ടോ? ഏതൊക്കെ രണ്ട് പാർട്സ് കൂടുമ്പോഴാണ് നമ്മള് ഈ ബർത്ത് കനാൽ ആവുന്നു എന്ന് പറയുന്നത്? ഓർക്കുന്നില്ല? ഓർക്കുന്നുണ്ട്, പക്ഷെ മറന്നുപോയി. എന്നാലും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് സെർവിക്കനാലും വജൈനയും. സെർവിക്കൽ കനാലും വജൈനയും, അത് രണ്ടിനെയും കൂടി നമ്മൾ ഒരുമിച്ച് പറയുന്ന പേരാണ് ബർത്ത് കനാൽ എന്നുള്ളത്. ഈ ബർത്ത് കനാൽ വഴിയാണ് ബേബി ബർത്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ പാർട്യൂറേഷൻ നടക്കുന്നത് ബർത്ത് കനാൽ വഴിയാണ്. Soon after the infant is delivered, the placenta is also expelled out of the uterus. Why do you think the doctors inject to induce delivery? So ഈ ഡോക്ടേഴ്സ് എന്ത് ഹോർമോൺ ഇൻഡ്യൂസ് ചെയ്തായിരിക്കും ഡെലിവറിക്ക് ഹെൽപ്പ് ചെയ്യുന്നത്? ഓക്സിറ്റോസിൻ. ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോൺ ആണ് ഡെലിവറി നടക്കാൻ വേണ്ടിയിട്ട് ഇൻജക്ട് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഓക്സിറ്റോസിൻ വഴിയാണ് യൂട്രസ് മസിൽസിന് കോൺട്രാക്ഷൻ വരുന്നതും അതുവഴി പാർട്യൂറേഷൻ നടക്കുന്നതും. സോ ഇനിയിപ്പം എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും മെഡിക്കലി എന്തെങ്കിലും പ്രശ്നമുള്ളതുകൊണ്ടോ എന്തെങ്കിലും നോർമൽ ആയിട്ട് ഡെലിവറി നടക്കേണ്ട സമയത്ത് കോൺട്രാക്ഷൻസ് ഉണ്ടാകുന്നില്ലെങ്കിൽ ഈ ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോൺ ആയിരിക്കും അവിടെ ഇൻജക്ട് ചെയ്യുന്നത്. അങ്ങനെ ആർട്ടിഫിഷ്യലി ഇൻജക്ട് ചെയ്താലും എന്ത് പറ്റും, യൂട്രസിന് കോൺട്രാക്ഷൻസ് ഉണ്ടായി പാർട്യൂറേഷൻ നടക്കും. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ പ്ലാസന്റെയും ഈ ബേബിയുടെ ബർത്തിനോടൊപ്പം തന്നെ പ്ലാസന്റെയും പുറത്തേക്ക് വന്നത് എക്സ്പെൽ ചെയ്ത് കളയുക ചെയ്യുന്നത്. ക്ലിയർ ആയോ ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ്? ഓക്കെ. സോ അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ആ ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ് എന്താന്ന് പറയണം. അതായത് ബേബിയിൽ നിന്ന് അത് സ്റ്റാർട്ട് ചെയ്യുന്ന എവിടുന്ന, ഫീറ്റസും പ്ലാസന്റയിൽ നിന്നും കൂടിയാണ് അത് ഇൻഡ്യൂസ് ചെയ്യുന്നത്. ആദ്യം മൈൽഡ് ആയിട്ടുള്ള യൂട്രൈൻ കോൺട്രാക്ഷൻ ആയിരിക്കും. അത് കഴിഞ്ഞ് മൈൽഡ് യൂട്രൈൻ കോൺട്രാക്ഷൻസ് വരുമ്പോൾ അവിടെ മദറിന്റെ പിറ്റ്യൂട്ടറി ഓക്സിറ്റോസിൻ സെക്രീറ്റ് ചെയ്യും.
പിന്നെ ഈ ഓക്സിറ്റോസിന്റെ ലെവൽ കൂടുന്ന അനുസരിച്ച് കോൺട്രാക്ഷൻസും കൂടും. അങ്ങനെ ഈ ഓക്സിറ്റോസിന്റെ ലെവൽ ഏറ്റവും ഹയസ്റ്റ് ലെവലിലായിരിക്കുന്ന സമയത്തായിരിക്കും സ്ട്രോങ്ങർ കോൺട്രാക്ഷൻസ് വന്ന് ബേബീനെ ഡെലിവർ ചെയ്യുന്നത്. ബേബീനെ ഡെലിവർ ചെയ്യുന്നത് കഴിയുമ്പോഴത്തേക്കും ആ പ്ലാസന്റ എന്ന് പറഞ്ഞ സ്ട്രക്ചറും എക്സ്പെയർ ചെയ്ത് കളയും. സോ അവിടെ യൂസ് ചെയ്യുന്ന ഹോർമോൺ എന്ന് പറയുന്നത് ഓക്സിറ്റോസിനാണ്. ഇത്രയാണ് ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ് പറയാനുള്ളത്. പിന്നെയുള്ളത് ദ മാമറി ഗ്ലാൻഡ് ഓഫ് ദ ഫീമെയിൽ അണ്ടർഗോ ഡിഫറൻസിയേഷൻ ഡ്യൂറിംഗ് പ്രഗ്നൻസി and starts producing milk towards the end of pregnancy by the process called lactation. This helps the mother in feeding the newborn. The milk produced during the initial few days of the lactation is called colostrum, which contains several antibodies absolutely essential to develop resistance for the newborn babies. Breastfeeding during the initial period of infant growth is recommended by doctors for bringing up a healthy baby. പിന്നെ പറഞ്ഞിട്ടുള്ളത് ഈ ജനിച്ചു വരുന്ന കുഞ്ഞിന് വേണ്ടിയുള്ള ന്യൂട്രിയൻസ് ഒക്കെ കിട്ടുന്നത് എങ്ങനെയാ? അത് മദറിന്റെ മിൽക്കിൽ നിന്ന്. സോ ഈ മാമറി ഗ്ലാൻഡ്സ് പ്രഗ്നൻസിയുടെ സമയത്ത് തന്നെ ഡിഫറൻസിയേഷൻ നടക്കും. അതായത് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ പ്രഗ്നൻസിയുടെ എൻഡ് ആവുന്ന സമയത്ത് മാമറി ഗ്ലാൻഡ്സ് ലാക്ടേഷൻ തുടങ്ങും. ലാക്ടേഷൻ എന്ന് വെച്ചാൽ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്. സോ ഈ മദറ് ബേബിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലാക്ടേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് തുടങ്ങുന്നത്. പിന്നെ ചൈൽഡ് ബർത്ത് കഴിഞ്ഞ്, അതായത് ആ കുഞ്ഞ് ഉണ്ടായി കഴിഞ്ഞ് കുറച്ച് ദിവസത്തേക്ക് കൊളോസ്ട്രം എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കൊളോസ്ട്രം എന്ന് പറയുന്ന സബ്സ്റ്റൻസിന് എന്താ, അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അതൊരു ആന്റിബോഡീസും അതുപോലെ ബേബിയുടെ ഗ്രോത്തിനും ഇമ്മ്യൂണിറ്റിക്കും എസെൻഷ്യൽ ആയിട്ടുള്ള കുറച്ച് സബ്സ്റ്റൻസ് എല്ലാം അടങ്ങിയതാണ് കൊളോസ്ട്രം എന്ന് പറയുന്ന മിൽക്ക്. അതുകൊണ്ട് തന്നെ ബേബിയുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടാണ് ഉള്ളതാണ് ആദ്യത്തെ ഒരു കുറച്ച് ദിവസത്തേക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന കൊളോസ്ട്രം. പിന്നെ ബേബിയുടെ ഇനിഷ്യൽ പീരീഡിൽ എന്താ ചെയ്യുന്നത്? ബ്രസ്റ്റ് ഫീഡിങ് ആയിരിക്കും വഴി മാത്രമായിരിക്കും ബേബിക്ക് വേണ്ട എല്ലാ ന്യൂട്രിയൻസും കിട്ടുന്നത്. സോ നോർമൽ ആയിട്ടുള്ള ഡെവലപ്മെന്റിനും അതുപോലെ തന്നെ ഡിസീസ് ഒക്കെ വരാണ്ട് ഇമ്മ്യൂണിറ്റി ഉണ്ടാവാനും ലാക്ടേഷൻ അല്ലെങ്കിൽ ബ്രസ്റ്റ് ഫീഡിങ് നിർബന്ധമായിരിക്കും. ഇതിനകത്ത് കൊളോസ്ട്രം എന്താണുള്ളത് ഇമ്പോർട്ടന്റ്. പിന്നെ ആന്റിബോഡീസിന്റെ കാര്യം ഓർക്കണം. ഇത് രണ്ടുമാണ് ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ക്ലിയർ ആണോ ഇത്രയും? ഓക്കെ. ഈ ചാപ്റ്ററിലെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ സുവോളജിയുടെ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. ഇതിനകത്ത് എന്തൊക്കെയായിരുന്നു? മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ കാര്യം പറഞ്ഞു. പിന്നെ സ്പെർമാറ്റോജനസിസും ഗ്യാമറ്റോജനസിസ്, മെൻസ്ട്രുവൽ സൈക്കിൾ, പിന്നെ ഫെർട്ടിലൈസേഷൻ, ഇംപ്ലാന്റേഷൻ, ബേബിയുടെ ഫുൾ ഗ്രോത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഹാർട്ട് ബീറ്റ് ചെയ്യാൻ തുടങ്ങുന്നത് ഏത് മാസം ആവുമ്പോഴാ? ക്ലിയർ ആയില്ലല്ലോടാ? സെക്കൻഡ് മന്ത് എന്താണോ? അന്ന് തേർഡല്ലെങ്കിൽ ഫസ്റ്റ്. ആദ്യത്തെ 3 മാസം 2 മാസം. ഇത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയി പോയല്ലോ. ഹാർട്ട് ബീറ്റ് തുടങ്ങുന്നത് ഓൾമോസ്റ്റ് ഫസ്റ്റ് മന്ത് ആ ഒരു ടൈമിലായിരിക്കും. അതായത് സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ 22 to 28 ആ ദിവസത്തിനുള്ളിലായിരിക്കും. സോ ഫസ്റ്റ് മന്തിലാണ് ബേബിയുടെ ഹാർട്ട് ബീറ്റ് ചെയ്ത് തുടങ്ങുന്നത്. പിന്നെ ബാക്കി ലിംസും ഫിംഗേഴ്സിന്റെ ഫിംഗേഴ്സ്, കയ്യിലെയും കാലിലെയും ഫിംഗേഴ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബാക്കി ഫെർദർ ഡെവലപ്മെന്റിലായിരിക്കും വളർന്നു വരുന്നത്. നമ്മൾ ഇന്നലെ പറഞ്ഞതായിരുന്നല്ലോ. In human beings, after 1 month of pregnancy, embryo's heart is formed. അതായത് നമ്മൾ റൗണ്ട് ചെയ്ത് 1 മാസം ആവുന്ന സമയത്തായിരിക്കും ബേബിയുടെ ഹാർട്ട് ഫോം ചെയ്തു എന്ന് പറയുന്നത്. അന്നേരമായിരിക്കും ഹാർട്ട് ബീറ്റും കേൾക്കാൻ പറ്റുന്നത്. പിന്നെ 2ാമത്തെ മാസം ആവുന്ന സമയത്ത് ലിംസും ഡിജിറ്റും
വിരലുകളും ഫോം ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഫസ്റ്റ് ട്രൈമസ്റ്റർ അല്ലെ തേർഡ് മന്ത് ആകുമ്പോൾ എന്ത് പറ്റും? ഓർഗൻ സിസ്റ്റംസ് ഫോം ചെയ്തിട്ടുണ്ടാവും, എക്സ്റ്റേണൽ ജെനിറ്റീലിയ, അതുപോലെ തന്നെ ബാക്കി ലിംസും ഓർഗൻസും എല്ലാം നന്നായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ 5th മന്തിലായിരിക്കും ആദ്യമായിട്ട് മൂവ്മെന്റ് ഉണ്ടാവുക. പിന്നെ ഹെഡിൽ ഹെയർ, അതിങ്ങനെ ഓർത്താൽ മതി. 5th മന്തില് ഫസ്റ്റ് മൂവ്മെന്റും ഹെയർ ഓൺ ഹെഡും ഉണ്ടാവും. പിന്നെ 2nd ട്രൈമസ്റ്റർ കഴിയുന്ന സമയത്ത് ബോഡി ഫുള്ള് ഹെയർ വെച്ച് കവർ ആവും. പിന്നെ ഐലിഡ്സ് സെപ്പറേറ്റ് ചെയ്യും, ഐലാഷസും ഫോം ചെയ്യും. ഈ പാരഗ്രാഫ് കുറച്ച് ഇമ്പോർട്ടന്റ് ആട്ടോ, അത് ഓരോന്നായിട്ടും ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. പിന്നെ ഈ ടേബിൾ ആയിട്ടൊക്കെ തന്നിട്ട് മാച്ച് ദ ഫോളോയിങ് ആയിട്ടും ചോദിക്കാറുണ്ട്. ബ്ലാസ്റ്റോസിസ്റ്റിന്റെ സ്ട്രക്ചർ ഒക്കെ ഓർക്കുന്നുണ്ടോ? ഈ ഒരു പോർഷൻ പറയുന്ന പേരെന്തായിരുന്നു? മോറലല്ല, ബ്ലാസ്റ്റോസിസ്റ്റിനകത്ത് 3 പാർട്ട് ഉണ്ട്. ഓപ്ഷൻ തരാം. ട്രോപ്പോബ്ലാസ്റ്റ് ആണോ, ഇന്നർ സെൽ മാസ് ആണോ, അതോ ബ്ലാസ്റ്റോസീൽ ആണോ? ബ്ലാസ്റ്റോസീൽ എന്നാണ് ഈ സ്ട്രക്ചർ എന്ന് പറയുന്ന പേര്. അതൊരു ക്യാവിറ്റിയാണ്. പിന്നെ ഈ നടുക്ക് കാണുന്ന കുറച്ച് ഗ്രൂപ്പ് ഓഫ് സെൽസിന്റെ പേരാണ് ഇന്നർ സെൽ മാസ്. ഈ ഇന്നർ സെൽ മാസ് ആണ് ബേബി ആയിട്ട് ഡെവലപ്പ് ചെയ്തത്. ബേബിയുടെ സെൽസ് ഒക്കെ ഫോം ചെയ്യുന്നത് ഈ ഇന്നർ സെൽ മാസിലാണ്. പിന്നെ ഔട്ടർ സൈഡിൽ കാണുന്ന ലെയർ ആണ് ട്രോപ്പോബ്ലാസ്റ്റ്. ഈ ട്രോപ്പോബ്ലാസ്റ്റ് എന്ത് സംഭവിക്കും? കുറച്ച് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഉണ്ടാവും, കോറിയോണിക് വില്ലൈ. അത് ചെന്ന് യൂട്രസിന്റെ വാളുമായിട്ട് അറ്റാച്ച് ചെയ്യും. അങ്ങനെയാണ് പ്ലാസെന്റ ഫോം ചെയ്യുന്നത്. ഈ ബ്ലാസ്റ്റോസിസ്റ്റിന്റെ സ്ട്രക്ചർ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഞാൻ ഗ്രൂപ്പിൽ ഇതിനൊരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതും മിക്ക സമയത്തും ചോദിക്കാറുണ്ട്, ലൈക്ക് അതിന്റെ സ്ട്രക്ചർ എന്താ, ഏതൊക്കെ പാർട്സാ ഉള്ളേ. സ്പീഡ് കൂടുതലുണ്ടോ? ഇല്ല മാം, കുഴപ്പമില്ല. ഓക്കെ, ഞാൻ നോട്ട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ഗൂഗിൾ ഫോം ഞാൻ ഇട്ടേക്കാം. 10-15 ക്വസ്റ്റ്യൻസേ ഉള്ളൂ കേട്ടോ, ഓപ്ഷൻസും ഉണ്ട് എല്ലാത്തിനും. അപ്പൊ എല്ലാരും നന്നായിട്ട് പഠിച്ചിട്ട് ഫുൾ മാർക്ക് വാങ്ങിക്കാം. നമുക്കിനി ബോട്ടണിയിലേക്ക് പോയാലോ? നമ്മള് ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ് പറഞ്ഞു, പോളിനേഷന്റെ ഓരോ ടൈപ്സ് പറഞ്ഞു, ആൻഡ് പോളിനേഷൻ ബൈ വിങ്സ്, വാട്ടർ ആൻഡ് ആനിമൽസ് അത്രയും പറഞ്ഞു കഴിഞ്ഞല്ലേ. പോളൻ ടെസ്റ്റിന്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞായിരുന്നല്ലോ, ഓർക്കുന്നുണ്ടോ അതൊക്കെ? ഈ പോളൻ ട്യൂബ് പോളൻ ഗ്രെയിന്റെ ഏത് പാർട്ടിൽ നിന്നാണ് വളർന്നു വരുന്നത്? പില്ലിഫോം സെൽസ് ആണ്. പില്ലിഫോം സെൽസ് കാണുന്നത് എംബ്രിയോയുടെ സ്ട്രക്ചറിൽ, ഓവറിയുടെ അവിടെ. ഈ ജേംബോൺ, ഞാൻ ആൻസർ പറഞ്ഞു തോന്നുന്നു അല്ലെ. ജേംബോൺ എന്ന് പറയുന്ന സ്ട്രക്ചറിൽ നിന്നാണ് പോളൻ ട്യൂബ്യൂൾസ് വളർന്നു വരുന്നത്. നമ്മൾ നേരത്തെ പോളൻ ഗ്രെയിന്റെ സ്ട്രക്ചർ പഠിച്ചപ്പം ഇൻറ്റൈൻ ഉണ്ട്, എക്സൈൻ ഉണ്ട്. എക്സൈനിൽ കുറച്ച് ഹോൾ പോലത്തെ സ്ട്രക്ചേഴ്സ് ഉണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ, ആ ഹോളിന്റെ പേരായിരുന്നു ജേംബോൺ. ഈ ജേംബോണിന്റെ ഫംഗ്ഷൻ എന്താണ്? പോളൻ ട്യൂബ് വളർന്നു വരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ജേംബോണാണ്. കാരണം ഈ എക്സൈൻ എന്ന് പറയുന്ന സ്പോറോപോളിനെ കൊണ്ടുള്ള സ്ട്രക്ചർ വളരെ ഹാർഡ് ആയിട്ടുള്ള സ്ട്രക്ചർ അല്ലേ. അതുകൊണ്ട് അതിന്റെ ഇടയ്ക്ക് കുറച്ച് ഫോഴ്സ് ഉണ്ട്. അതുവഴിയായിരിക്കും പോളൻ ട്യൂബ് പുറത്തേക്ക് വളർന്നു വരുന്നത് പോളൻ ടിസ്റ്റ് ഇന്ററാക്ഷന്റെ സമയത്ത്. നമുക്കിവിടെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഫിഗർ 2.12 ഒരു സമയം.
അല്ല അപ്പൊ ഈ സിനർജിക്സിന്റെ അടുത്തുള്ളത് യൂണിഫോം അപ്പാരറ്റസ് അല്ലേ? അപ്പൊ അവിടേക്കല്ലേ ഈ പോളണ്ട് അറ്റാച്ച് ചെയ്യാ? അല്ലല്ലേ? കാണുന്ന സിനർജിക്സിന് അങ്ങോട്ടാണ് അറ്റാച്ച് ചെയ്യുന്നത്. ഞാൻ ചോദിച്ചത് ഈ ജേം പോസ് കാണുന്നത് എവിടെയാന്നാണ്. മാറിപ്പോയോ ക്വസ്റ്റ്യൻ? ആ ഇല്ല ഇപ്പൊ കറക്റ്റായി. ഓക്കെ. സോ ഈ ജേം പോസ് കാണുന്നത് പോളൻ ഗ്രെയിനിലായിരിക്കും. അത് ഗ്രോ ചെയ്ത് പോളൻ ട്യൂബായിട്ട് വന്ന് അറ്റാച്ച് ചെയ്യുന്നത് സിനർജിക്സിന്റെ പാർട്ടിലേക്കായിരിക്കും. പോളൻ പിസ്റ്റൽ ഇന്ററാക്ഷൻ ഒന്നുകൂടെ പറയണോ? ക്ലിയർ ആണ് എല്ലാവർക്കും? അത് ഒന്നുകൂടെ സമ്മറൈസ് ചെയ്ത് പറയണോ? ഒന്നുകൂടി സമ്മറൈസ് ചെയ്ത് വളരെ ഉപകാരം. ഓക്കെ. സോ പോളൻ പിസ്റ്റൽ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് ഈ പോളൻ ഗ്രെയിൻസ് അതിന്റെ സ്റ്റിഗ്മയിലേക്ക് വന്ന് വീണ് കഴിയുമ്പോൾ ആ പ്ലാന്റിന്റെ കമ്പാറ്റബിൾ ആയിട്ടുള്ള, അതായത് പ്ലാന്റിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് പോളൻ ഗ്രെയിൻ ആണെങ്കിൽ മാത്രമേ അവിടെ ബാക്കിയുള്ള പ്രോസസ്സ് നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ എന്നിട്ട് വെച്ചാൽ അത് ഇൻകമ്പാറ്റബിൾ ആണെങ്കിൽ റിജക്ട് ചെയ്ത് കളയും. സോ പോളൻ പിസ്റ്റിന് ഈ പോളൻ ഗ്രെയിൻ വന്നിരിക്കുന്നത് സെയിം തന്നെയാണോ എന്ന് സ്റ്റിഗ്മയ്ക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു കെമിക്കൽ പ്രോസസ് ആണ് പോളൻ പിസ്റ്റിൽ ഇന്ററാക്ഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പം അത് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പോളൻ ഗ്രെയിൻ ആണെങ്കിൽ അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള ബാക്കി സ്റ്റെപ്സ് തുടങ്ങും. സോ അതിനുള്ള സ്റ്റെപ്സ് എന്ന് പറയുന്നത് നമുക്കിവിടെ ഫിഗർ നോക്കി അറിയാം. ആദ്യം എന്താ, ഇതാണ് സ്റ്റിഗ്മ. സ്റ്റിഗ്മയിൽ കുറെ പോളൻ ഗ്രെയിൻസ് വന്നിരിക്കുന്നത് കാണാൻ പറ്റും. അതിന് കമ്പാറ്റബിൾ ആയിട്ടുള്ളത് മാത്രമായിരിക്കും താഴത്തേക്ക് ബാക്കി വളർന്നു വരുള്ളൂ. ഈ വളർന്നു വരുന്നത്, അതായത് ഒരു ഓക്കെ. സോ ഈ പോളൻ ഗ്രെയിൻ ഇവിടെ വന്നിരുന്നു. ഇതൊക്കെ ഒരു പക്ഷെ ചിലപ്പം കമ്പാറ്റബിൾ അല്ലായിരിക്കും. അതുകൊണ്ട് അവിടെ എന്താ, അവിടെ ചേഞ്ച് ഒന്നും ഉണ്ടായില്ല. പോളൻ ഗ്രെയിൻ ഒന്നും പോളൻ ട്യൂബ് ഒന്നും ഫോം ചെയ്തിട്ടില്ല. പക്ഷെ ഈ ഇരിക്കുന്ന ഒരു പോളൻ ഗ്രെയിൻ ഈ പ്ലാന്റിന് കമ്പാറ്റബിൾ ആയതുകൊണ്ട് സ്റ്റിഗ്മ എന്ത് ചെയ്തു, പോളൻ പിസ്റ്റൽ ഇന്ററാക്ഷൻ വഴി അത് കമ്പാറ്റബിൾ ആണെന്ന് കണ്ടുപിടിച്ചു. സോ ബാക്കിയുള്ള ഫർദർ ചേഞ്ചസ് അവിടെ സ്റ്റാർട്ട് ചെയ്തു. ആദ്യം എന്ത് സംഭവിക്കും, പോളൻ ട്യൂബ് ഫോർമേഷൻ ആണ്. സോ ഇവിടെ കണ്ടു, ഇവിടെ ഇങ്ങനെ പയ്യെ പോളൻ ട്യൂബ് വളർന്നു വരുന്ന നമുക്ക് കാണാൻ പറ്റും. സോ അത് ഫൈനലി ഒരു വലിയ സ്ട്രക്ചർ ആയിട്ട് എംബ്രിയോ സാക്കിലേക്ക് ചെന്ന് അറ്റാച്ച് ചെയ്യും. ഇത് എന്തിനാന്ന് വെച്ചാൽ ഈ പോളൻ ഗ്രെയിൻ ആയിട്ടായിരിക്കും മെയിൽ ഗാമേറ്റ് ഉള്ളത്. പക്ഷെ ഈ ഫീമെയിൽ ഗാമേറ്റ് ഈ എംബ്രിയോ സാക്കിനകത്ത് അകത്തല്ലേ ഉള്ളത്, എക്സലിനകത്തല്ലേ ഉള്ളത്. സോ അവിടെ വരെ ഈ പോളൻ ഗ്രെയിനിന്റെ അകത്തെ മെയിൽ ഗാമേറ്റ്സിനെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോളൻ ട്യൂബ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ടായി വരുന്നത്. സോ ഈ രണ്ട് മെയിൽ ഗാമേറ്റ് ഒരു വെജിറ്റേറ്റീവ് സെല്ലിന് ആയിരിക്കും നമ്മൾ നേരത്തെ സ്ട്രക്ചർ പറഞ്ഞപ്പോ പറഞ്ഞു. സോ ചില പ്ലാന്റ്സിൽ എങ്ങനെയായിരിക്കും, ഒരു വെജിറ്റേറ്റീവ് സെല്ലും ഒരു ജനറേറ്റീവ് സെല്ലും ആയിരിക്കും. അല്ലെങ്കിൽ ചില പ്ലാന്റ്സിൽ ഒരു വെജിറ്റേറ്റീവ് സെല്ലും രണ്ട് മെയിൽ ഗാമേറ്റ് അല്ലെങ്കിൽ രണ്ട് ജനറേറ്റീവ് സെല്ലും ഉണ്ടായിരിക്കും. പിന്നെ എന്താ കണ്ടീഷൻ എന്ന് വെച്ചാൽ ഫെർട്ടിലൈസേഷന് വേണ്ടി വരുന്ന സമയത്ത് എന്തായാലും അവിടെ രണ്ട് ഗാമേറ്റ് നിർബന്ധമായിട്ട് ഉണ്ടാവണം. കാരണം നമ്മുടെ എക്സലിനകത്ത് രണ്ട് ഫെർട്ടിലൈസേഷൻ നടക്കാറുണ്ട്. നമ്മൾ ഈ പറയും ഡബിൾ ഫെർട്ടിലൈസേഷൻ നടക്കണേ അവിടെ എന്താ, അവിടെ രണ്ട് മെയിൽ ഗാമേറ്റ് വേണം. സോ ഇൻ കേസ് ഒരു മെയിൽ ഗാമേറ്റ് മാത്രമേ ഉള്ളെങ്കിൽ ഈ പോളൻ ട്യൂബിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഡിവിഷൻ നടന്ന് രണ്ട് മെയിൽ ഗാമേറ്റ് ആയിട്ട് ഫോം ചെയ്തിട്ടുണ്ടാവും. സോ അങ്ങനെ ഈ രണ്ട് മെയിൽ ഗാമേറ്റ് സിനർജിക്സിനകത്ത് വഴി വന്ന് എൻറ്റർ ചെയ്യും, എംബ്രിയോ സാക്കിനകത്തേക്ക് എൻറ്റർ ചെയ്യും. സോ പില്ലിഫോം അപ്പാരറ്റസ് ആണ് അതിന് ഹെൽപ്പ് ചെയ്യുന്നത്. പില്ലിഫോം അപ്പാരറ്റസ് നമ്മൾ പറഞ്ഞു സിനർജിക്സിന്റെ സെൽസിന് ഉള്ള കുറച്ച് തിക്കൻസ്. അത് കാണുന്നത് എവിടെയാ, മൈക്രോ പൈലാർ എൻഡില്. മൈക്രോ പൈലാർ എൻഡിലുള്ള സിനർജിക് സെൽസിന്റെ സെല്ലുലാർ തിക്കനിങ്സിന് പറയുന്ന പേരാണ് പില്ലിഫോം അപ്പാരറ്റസ്. സോ ഈ പോളൻ ട്യൂബിനെ സിനർജിക്സിനകത്തേക്ക് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് പില്ലിഫോം അപ്പാരറ്റസ്. പിന്നെ ഈ സിനർജിക്സും എക്സെല്ലും കൂടി ഒരുമിച്ചായിരിക്കും ഇരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു എന്തായിരുന്നു, എഗ് അപ്പാരറ്റസ് എന്ന് പറഞ്ഞു. എഗ് സെൽസും സിനർജിക്സും കൂടി കമ്പൈൻ ചെയ്ത് നമ്മൾ പറയുന്ന പേരാണ് എഗ് അപ്പാരറ്റസ്. അവിടെ രണ്ട് സിനർജിക് സെൽസും ഒരു എക്സെല്ലും ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. സോ ഈ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് പോളൻ പിസ്റ്റൽ ഇന്ററാക്ഷൻ. ഇത് നടക്കുന്നത് എപ്പോഴാ, പോളൻ ഗ്രെയിൻ കമ്പാറ്റബിൾ ആണെങ്കിൽ, അതായത് പോളൻ ഗ്രെയിൻ സ്യൂട്ടബിൾ ആണെങ്കിലായിരിക്കും ഈ സ്റ്റെപ്പ് ഒക്കെ നടക്കുന്നത്. ഇൻ കേസ് അത് സ്യൂട്ടബിൾ അല്ലാത്ത പോളൻ ഗ്രെയിൻ ആണെങ്കിൽ അവിടെ ഒരു ചേഞ്ചും ഉണ്ടാവില്ല. ഓക്കെ ആണോ ഇത്രയും? ഓക്കെ. സോ നമുക്കിനി പറയാനുള്ളത് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷന്റെ കാര്യം. ആർട്ടിഫിഷ്യൽ
artificial hybridization is one of the major approaches of crop improvement program. In such crossing experiments, it is important to make sure that that only the desired pollen grains are used for pollination and the stigma is protected from contamination. This is achieved by emasculation and bagging technique. So artificial hybridization എന്ന് വെച്ചാൽ സോ നോർമലി സാധാരണയായിട്ട് പോളിനേഷൻ നടക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് പോളൻ ആയിരിക്കും ആ പ്ലാന്റിൽ വന്ന് വീണ് അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. പക്ഷെ ചില സമയത്ത് എന്താ നമുക്ക് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു റിസൾട്ട് വേണം. അതായത് നമുക്കിപ്പം ക്രോപ്പ് പ്രൊഡക്ഷൻ പ്രോഗ്രാം ഒക്കെ നടത്താന്ന് വെച്ചു, അന്നേരം നമുക്ക് നല്ല ഹയർ ക്വാളിറ്റിയിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും നമുക്ക് വേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആർട്ടിഫിഷ്യലി ചെയ്യുന്ന പോളിനേഷൻ അല്ല ആർട്ടിഫിഷ്യലി നമുക്ക് ആവശ്യമുള്ള റിസൾട്ട് കിട്ടാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. സോ അത് ചെയ്യാനായിട്ട് നമുക്ക് ഓരോ സ്റ്റെപ്സ് ഒക്കെ ഉണ്ട്, അതിനെ കുറിച്ച് നമ്മൾ പറയാനുള്ളത്. സോ ഇവിടെ നിന്ന് പ്രത്യേകത എന്താ? ഇറ്റ് ഈസ് ടു make sure that only the desired pollen grains are used for pollination and the stigma is protected from contamination. സ്റ്റിഗ്മയിൽ എന്താ മറ്റു പോളൻ ഗ്രെയിൻസ് ഒന്നും വന്ന് കണ്ടാമിനേറ്റഡ് ആവാതെ സൂക്ഷിക്കാൻ വേണം നമുക്ക് ആവശ്യമുള്ള പോളൻ ഗ്രെയിൻസ് കളക്ട് ചെയ്ത് അവിടെ ഫെർട്ടിലൈസേഷൻ നടത്തണം. ഈ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ. ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള ക്യാരക്ടേഴ്സോ അല്ലെങ്കിൽ കുറച്ച് ഹൈ വെറൈറ്റിയിലുള്ള പ്ലാന്റ്സിനെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. സോ അതിന് കുറച്ച് സ്റ്റെപ്സ് ഒക്കെ ഉണ്ട്, അതിനെ കുറിച്ച് നമ്മൾ പറയാൻ പോകുന്നത്. If the female parent bears bisexual flowers, removal of anthers from the flower bud before the anther dehisces using a pair of forceps is necessary. This step is referred as emasculation. Emasculated flowers have to be covered with a bag of suitable size, generally made up of butter paper, to prevent contamination of its stigma with unwanted pollen grains. Collected from unwanted pollen grains, this process is called a bagging. When the stigma of bagged flowers attain receptivity, mature pollen grains collected from anthers of the male parent are dusted on the stigma and the flowers are rebagged and the fruits are allowed to develop. So, ഈ നമ്മൾ നേരത്തെ പറഞ്ഞു ബൈസെക്ഷൽ ആൻഡ് യൂണിസെക്ഷൽ പ്ലാന്റ്സിന്റെ കാര്യം പറഞ്ഞു. അതില് ബൈസെക്ഷൽ എന്ന് വെച്ചാൽ എന്താ? സെയിം ഒരേ പ്ലാന്റിൽ തന്നെ മെയിൽ ഗ്യാമേറ്റും ഫീമെയിൽ ഗ്യാമേറ്റും അല്ലെങ്കിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനും കാണുന്നതിന് പറയുന്ന പേരാണ് ബൈസെക്ഷൽ ഫ്ലവേഴ്സ് എന്നുള്ളത്. സോ അങ്ങനെയുള്ളൊരു കണ്ടീഷനിൽ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആ ആന്തറിന്റെ ഡെഫിസിഷൻ, അതായത് ആന്തർ പോളൻ ഗ്രെയിൻസ് റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിന് റിമൂവ് ചെയ്യണം. ആ സ്റ്റെപ്പിന് പറയുന്ന പേരാണ് ഇമാസ്കുലേഷൻ. ഇമാസ്കുലേഷൻ എന്ന് വെച്ചാൽ ആന്തർ ഡെഫിസിഷന് മുമ്പ് തന്നെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം അല്ലെങ്കിൽ മെയിൽ ഗ്യാമേറ്റ്സിനെ നമ്മൾ ഫ്ലവറിൽ നിന്ന് റിമൂവ് ചെയ്യും. ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ഇമാസ്കുലേഷൻ. പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഇമാസ്കുലേറ്റ് ചെയ്ത ഫ്ലവേഴ്സിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്ത് വെക്കണം. അതായത് ആ പ്ലാന്റിലെ പോളൻ ഗ്രെയിനും ഈ ഫ്ലവറിന് പോളിനേറ്റ് ചെയ്യാൻ പാടില്ല. വേറെ എക്സ്റ്റേണലി ആയിട്ടുള്ള മറ്റു പോളൻ ഗ്രെയിൻസും ഈ ഫ്ലവറിനെ പോളിനേറ്റ് ചെയ്യാൻ പാടില്ല. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ബാഗ് ചെയ്ത് വെക്കും. ബാഗിംഗ് എന്ന് വെച്ചാൽ ഈ ഇമാസ്കുലേഷൻ ചെയ്ത ഫ്ലവേഴ്സിനെ ഒരു ബട്ടർ പേപ്പറോ അതുപോലെ എന്തെങ്കിലും ഒരു തിന്നായിട്ടുള്ള ഒരു ബാഗ് കൊണ്ട് അതിനെ കവർ ചെയ്ത് വെക്കും. അത് ഈ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ബാഗിങ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ബൈസെക്ഷൽ ഫ്ലവേഴ്സ് ആണെങ്കിൽ ഇമാസ്കുലേഷൻ നടത്തുന്നു. അപ്പൊ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ആണെങ്കിലോ? യൂണിസെക്ഷൽ ഫ്ലവേഴ്സിൽ ഇമാസ്കുലേഷൻ നടത്തേണ്ട ആവശ്യമില്ല. കാരണം അവിടെ ആ ഫ്ലവേഴ്സിൽ ഒന്നല്ലേ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഉണ്ടാവും അല്ലെങ്കിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഉണ്ടാവും. ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ യൂണിസെക്ഷൽ ഫ്ലവേഴ്സിൽ ഉണ്ടാവാറുള്ളൂ. അതുകൊണ്ട് ഫീമെയിൽ യൂണിസെക്ഷൽ ഫ്ലവേഴ്സിന് ഇമാസ്കുലേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ജസ്റ്റ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ബാഗിങ് തൊട്ട് ചെയ്ത് തുടങ്ങിയാൽ മതി. പിന്നെ സാധാരണ ഈ ബാഗിങ് തുടങ്ങുന്നത് ഈ ബഡ്സ് ഓപ്പൺ ആയി വരുന്നത്, അതായത് പൂവിന്റെ മുട്ട എന്ത് ചെയ്യുന്നു വിടർന്നു വരുന്നതിന് മുമ്പേ ബാഗിങ് ചെയ്യാറുണ്ട്. So first step ആയിട്ട് emasculation, next step ആണ് bagging. When the stigma of a bagged flower attains receptivity, mature pollen grains collected from anther of the male parent are dusted on the stigma and the flowers are rebagged and the fruits are allowed to develop. So പിന്നെന്താ സംഭവിക്കുന്നത്? ആർട്ടിഫിഷ്യലി നമ്മൾ അതിനെ പോളിനേറ്റ് ചെയ്യും. ഈ ബാഗ് ചെയ്ത് വെച്ച ഫ്ലവറിന് റിസെപ്റ്റിവിറ്റി ആയി, അതായത് അതിന് പോളിനേഷൻ വഴി ഒരു മെയിൽ ഗ്യാമേറ്റിനെ ആയിട്ട്
പോളൻ പിസ്റ്റൽ ഇന്ററാക്ഷൻസ് ഒക്കെ ഓക്കെ വരുന്ന സമയത്ത് എന്ത് പറ്റും? നമ്മൾ കളക്ട് ചെയ്ത് വെച്ച ആന്തറിൽ നിന്നുള്ള പോളൻ ഗ്രെയിൻസിനെ ഇതിനകത്തേക്ക് ടെസ്റ്റ് ചെയ്യും. ഈ ടെസ്റ്റ് ചെയ്ത സമയത്ത് ഈ സ്റ്റിഗ്മയിൽ നിന്ന് ബാക്കിയുള്ള ഇന്ററാക്ഷൻസ് ഒക്കെ നടന്ന് അവിടെ പോളൻ ട്യൂബ് ഒക്കെ ഗ്രോ ചെയ്ത് ബാക്കി നോർമലി ഫെർട്ടിലൈസേഷന്റെ പ്രോസസ് ഒക്കെ നടക്കും. അങ്ങനെ വരുന്ന സമയത്ത് പിന്നെ ഈ ഫ്ലവേഴ്സ് നമ്മൾ റീബാഗ് ചെയ്യും. അതായത് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ കഴിഞ്ഞിട്ട് റീബാഗിങ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഫ്രൂട്ട്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അലോ ചെയ്യുന്നത്. സോ ഈ ഒരു 4 സ്റ്റെപ്പുള്ള ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ. സോ ആദ്യത്തെ സ്റ്റെപ്പാണ് ഇമാസ്കുലേഷൻ, സെക്കൻഡ് സ്റ്റെപ്പ് ബാഗിങ്, തേർഡ് വൺ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ആൻഡ് ലാസ്റ്റ് വൺ ആണ് റീബാഗിങ്. ഈ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് കേട്ടോ. പിന്നെ പറഞ്ഞിട്ടുള്ളത് if the female parent produces unisexual flowers, there is no need for emasculation. The female flower buds are bagged before the flowers open. When the stigma becomes receptive, pollination is carried out using the desired pollen and flower rebag. So ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞാണ് യൂണിസെക്ഷൽ ഫ്ലവേഴ്സിലാണെങ്കിൽ അവിടെ ഇമാസ്കുലേഷന്റെ ആവശ്യമില്ല. കാരണം എന്താ, ഒന്നല്ലെങ്കിൽ ആ ഫ്ലവറിൽ ഫീമെയിൽ ഓർഗൻ മാത്രമേ കാണൂ, അതുകൊണ്ട് അവിടെ മെയിൽ ഓർഗൻ റിമൂവ് ചെയ്യേണ്ട പ്രോസസ്സ് വേണ്ട. സോ അവിടെ ചെയ്യുന്നത് എന്താ, അവിടെ ആദ്യം ബാഗ് ചെയ്യും. അത് കഴിഞ്ഞ് റിസപ്റ്റീവ് ആയി കഴിയും, അതായത് പോളിനേഷൻ വഴി ഫെർട്ടിലൈസേഷൻ നടക്കാനുള്ള കപ്പാസിറ്റി ആയി കഴിയുമ്പോൾ അവിടെ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നടത്തും. അത് കഴിഞ്ഞ് റീബാഗ് ചെയ്യും. സോ ഇതാണ് യൂണിസെക്ഷൽ ഫ്ലവേഴ്സിലുള്ള ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷന്റെ സ്റ്റെപ്പ്. 3 സ്റ്റെപ്പേ ഉള്ളൂ. ബൈസെക്ഷൽ ഫ്ലവേഴ്സിൽ 4 സ്റ്റെപ്പ് ഉണ്ട്. എക്സ്ട്രാ വരുന്ന സ്റ്റെപ്പാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുള്ള ഇമാസ്കുലേഷൻ. ക്ലിയർ ആണോ അത്? നമുക്ക് ഇനി പറയാനുള്ളത് ഡബിൾ ഫെർട്ടിലൈസേഷൻ. സോ നമ്മൾ എംബ്രിയോ ഫോർമേഷൻ ഗ്യാമീറ്റ് ഫോർമേഷൻ പറഞ്ഞു, അതിന് മുമ്പ് അതിന്റെ പാർട്സ് പറഞ്ഞു. നമ്മൾ ഹ്യൂമൻ റിപ്രൊഡക്ഷൻ പഠിച്ച പോലെ തന്നെ സെയിം സ്റ്റെപ്സ് തന്നെ ഇവിടെ ഉള്ളത്. ആദ്യം പാർട്സിനെ കുറിച്ച് പഠിച്ചു, പിന്നെ ഗ്യാമീറ്റ് ഫോർമേഷന്റെ കാര്യം പഠിച്ചു, പിന്നെ ഫെർട്ടിലൈസേഷൻ നടക്കുന്ന ആ പ്രോസസ്സിന്റെ അതിന് മുമ്പുള്ള പ്രോസസ്സിന്റെ കാര്യം പഠിച്ചു. ഇനി നമുക്ക് പറയാനുള്ളതാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ. അതായത് ആൻജിയോസ്പേംസിലെ ഈ ഫെർട്ടിലൈസേഷൻ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു 2 മെയിൽ ഗാമീറ്റ്സ് വരും പോളൻ ട്യൂബ് വഴി നിന്ന്. അതെന്തിനാന്ന് വെച്ചാൽ ഇവിടെ ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത് കൊണ്ടാണ് 2 മെയിൽ ഗാമീറ്റ്സ് ഇവിടെ വേണ്ടത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഡബിൾ ഫെർട്ടിലൈസേഷൻ. After entering one of the synergids, the pollen tube releases the 2 male gametes into the cytoplasm of the synergid. One of the male gametes moves towards the egg cell and fuses with its nucleus, thus completing the syngamy. This results in the formation of a diploid zygote. The other male gamete moves towards the 2 polar nuclei located in the central cell and fuses with them to produce a triploid primary endosperm nucleus. As this involves the fusion of 3 haploid nuclei, it is termed as triple fusion. So triple fusion എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെ 2 പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഒന്നാമത്തേത് സിംഗമി, രണ്ടാമത്തേതാണ് നോർമൽ ആയിട്ടുള്ള ഫെർട്ടിലൈസേഷൻ. സോ സിംഗമി എന്ന് വെച്ചാൽ എന്താ, ഈ എഗ് സെല്ലും മെയിൽ ഗാമീറ്റും തമ്മിൽ ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടാവുന്നു. ആ സൈഗോട്ട് ഉണ്ടാവുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് സിംഗമി. സോ ആ സൈഗോട്ടാണ് പിന്നെ എംബ്രിയോ ആയും പിന്നെ അത് ഗ്രോ ചെയ്ത് ഒരു പ്ലാന്റ് ആയിട്ട് മാറുന്നത്. ഈ സിംഗമി വഴി പ്രൊഡ്യൂസ് ചെയ്യുന്ന സൈഗോട്ടാണ്. ഈ ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സും കൂടി ഉണ്ട്. അതെന്താ ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ 2 പോളാർ ന്യൂക്ലിയയുടെ കാര്യം പറഞ്ഞു. പോളാർ ന്യൂക്ലിയ എവിടെയാ കാണുന്നത്? അത് ആ സെൻട്രൽ പാർട്ടി കാണുന്ന സെല്ലാണ് പോളാർ ന്യൂക്ലിയ. എംബ്രിയോസാക്കിന്റെ ഫിഗറില് നടുക്കായിട്ട് ഒരു സെല്ലിനകത്ത് 2 ന്യൂക്ലിയസ് അടുത്ത് നിൽക്കുന്നുണ്ട്. സോ ഈ ഒരു പോളാർ ന്യൂക്ലിയ, ഈ പോളാർ ന്യൂക്ലിയ ആയിട്ട് ഒരു മെയിൽ ഗാമേറ്റ് പോയി ഫെർട്ടിലൈസ് ചെയ്യും. അതുപോലെ തന്നെ ഈ എഗ് സെല്ലുമായിട്ട് ഒരു മെയിൽ ഗാമേറ്റ് ഫെർട്ടിലൈസ് ചെയ്യും. സോ അങ്ങനെ 2 ഫെർട്ടിലൈസേഷൻ അവിടെ നടക്കുന്നത് കൊണ്ടാണ് ഇതിനെ ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. സോ ഈ എംബ്രിയോസാക്കിനകത്തേക്ക് പോളൻ ട്യൂബ് വഴി 2 മെയിൽ ഗാമീറ്റ്സ് വരും. അത് സിനർജിഡ്സിന്റെ അകത്തേക്ക് ഫിലിഫോം അപ്പാരറ്റസ് വഴി എൻ്റർ ചെയ്യും. ആ മെയിൽ ഗാമീറ്റ്സിൽ ഒരെണ്ണം എക്സെല്ലുമായിട്ട് ഫ്യൂസ് ചെയ്യും, ഒരെണ്ണം പോളാർ ന്യൂക്ലിയ ആയിട്ടും ഫ്യൂസ് ചെയ്യും. സോ ഇവിടെ എന്താ, ഇവിടെ എക്സെല്ലും ഒരു മെയിൽ ഗാമീറ്റ് ആയിട്ടുള്ള സ്പേമും കൂടെ ഫ്യൂസ് ചെയ്യുമ്പോൾ ഇതിന്റെ കണ്ടീഷൻ എന്താ, ഹാപ്ലോയിഡാ. ഇതും എന്താ, ഹാപ്ലോയിഡാ. സോ ഉണ്ടാകുന്ന സൈഗോട്ട് ഡിപ്ലോയിഡ് കണ്ടീഷൻ ആയിരിക്കും, 2n കണ്ടീഷൻ ആയിരിക്കും.
പിന്നെ ഈ നടുക്കത്തെ സെല്ല് നോക്കിയാൽ നമുക്കറിയാം അവിടെ 2 ന്യൂക്ലിയസ് ഉണ്ടല്ലേ. സോ അത് ഓൾറെഡി 2n കണ്ടീഷനിലായിരിക്കും അവിടെ ഉള്ളത്, എക്സിസ്റ്റ് ചെയ്യുന്നത്. അതിന്റെ കൂടെയാണ് ഒരു മെയിൽ ഗാമേറ്റും കൂടെ വന്ന് ഫ്യൂസ് ചെയ്യുന്നത്. സോ 2 ന്യൂക്ലിയസ് ഓൾറെഡി ഉണ്ട്, അതിന്റെ കൂടെ ഒരു എക്സ്ട്രാ ന്യൂക്ലിയസ് കൂടെ വരുമ്പോൾ അവിടെ ട്രിപ്പിൾ ഫ്യൂഷൻ ആയിരിക്കും ആ പ്രോസസ്സിന് പറയുന്നത്. കാരണം ടോട്ടലി 3 ന്യൂക്ലിയസ്, അതായത് 3n കണ്ടീഷൻ അവിടെ ഫോം ചെയ്യും. അതുകൊണ്ടാണ് ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് പറയുന്നത്. ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് വെച്ചാൽ എന്താ, 2 പോളാർ ന്യൂക്ലിയയും ഒരു മെയിൽ ഗാമേറ്റും തമ്മിൽ ഫ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ട്രിപ്പിൾ ഫ്യൂഷൻ. ഈ ട്രിപ്പിൾ ഫ്യൂഷൻ വഴി ഫോം ചെയ്യുന്ന സെല്ലിന് പറയുന്ന പേരാണ് പ്രൈമറി എൻഡോസ്പോം ന്യൂക്ലിയസ്. സോ ഈ പ്രൈമറി എൻഡോസ്പോം ന്യൂക്ലിയസിനകത്ത് 3n കണ്ടീഷൻ ആയിരിക്കും. ഓക്കെ, ഇവിടെ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞിട്ടുള്ള പ്രോസസ്സിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. സോ പോളൻ ട്യൂബ് വഴി 2 മെയിൽ ഗാമേറ്റ് എൻ്റർ ചെയ്യും. അതിന് ഒരെണ്ണം എക്സ് സെല്ലുമായിട്ട് കമ്പൈൻ ചെയ്ത് സൈഗോട്ട് ആയിട്ട് മാറും. വേറൊരെണ്ണമോ ആ നടുക്കുള്ള പോളാർ സെല്ലുമായിട്ട് കമ്പൈൻ ചെയ്ത് പ്രൈമറി എൻഡോസ്പോം ന്യൂക്ലിയസ്, അതിന് ഷോർട്ട് ആയിട്ട് പറയുന്ന പേരാണ് പെൻ, PEN. പെൻ എന്ന് പറയുന്ന സ്ട്രക്ചർ ഫോം ചെയ്യും. ഈ പ്രൈമറി എൻഡോസ്പോം ന്യൂക്ലിയസ് 3n കണ്ടീഷനും സൈഗോട്ട് 2n കണ്ടീഷനും ആയിരിക്കും. സോ ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ അവിടെ സിംഗമി നടക്കുന്നുണ്ട്, ട്രിപ്പിൾ ഫ്യൂഷനും നടക്കുന്നുണ്ട്. ഈ 2 പ്രോസസ്സും ഒരുമിച്ച് നടക്കുന്നതുകൊണ്ടാണ് ആൻജിയോസ്പേംസിലെ ഫെർട്ടിലൈസേഷന് ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. സിംഗമി ഉണ്ട്, ട്രിപ്പിൾ ഫ്യൂഷനും ഉണ്ട്. സിംഗമി വഴി സൈഗോട്ട് ഫോം ചെയ്യും, ട്രിപ്പിൾ ഫ്യൂഷൻ വഴി പ്രൈമറി എൻഡോസ്പോം ന്യൂക്ലിയസും ഫോം ചെയ്യും. സൈഗോട്ടിന്റെ ഫ്ലോയിഡിറ്റി എന്ന് പറയുന്നത് 2n കണ്ടീഷൻ ആയിരിക്കും. എൻഡോസ്പോമിന്റെ ഫ്ലോയിഡിറ്റി 3n കണ്ടീഷൻ ആയിരിക്കും. കാരണം അത് 2 ന്യൂക്ലിയസും ഒരു സ്പോം സെല്ലുമായിട്ട് കമ്പൈൻ ചെയ്യുന്നതുകൊണ്ട് അവിടെ 3n എന്ന് പറയുന്ന കണ്ടീഷൻ ആയിരിക്കും ഉണ്ടാവുന്നത്. ട്രൈപ്ലോയിഡ് എന്ന് പറയും. ക്ലിയർ ആണോ? ഇത് ഒന്നുകൂടെ പറയണോ എന്തെങ്കിലും? ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, സോ ഡബിൾ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് 2 പ്രോസസ് ആയിരിക്കും, സിംഗമിയും ട്രിപ്പിൾ ഫ്യൂഷനും. അതില് സിംഗമി സൈഗോട്ട് ഫോം ചെയ്യും. സിംഗമിയില് എഗ് സെല്ലും മെയിൽ ഗാമേറ്റും കൂടി കമ്പൈൻ ചെയ്ത് സൈഗോട്ട് ഫോം ചെയ്യും. അതിന് 2n കണ്ടീഷൻ ആയിരിക്കും. ട്രിപ്പിൾ ഫ്യൂഷനില് പോളാർ ന്യൂക്ലിയർ 2 ഉള്ളതും ഒരു മെയിൽ ഗാമേറ്റും കൂടെ കമ്പൈൻ ചെയ്ത് പ്രൈമറി എൻഡോസ്പോം ന്യൂക്ലിയസ് അല്ലെങ്കിൽ PEN, പെൻ എന്ന് പറയുന്ന സ്ട്രക്ചർ ഫോം ചെയ്യും. അതിന്റെ ഫ്ലോയിഡിറ്റി 3n കണ്ടീഷൻ ആയിരിക്കും. ഇത്രയേ ഉള്ളൂ ഡബിൾ ഫെർട്ടിലൈസേഷൻ നടക്കുന്ന കാര്യം. പിന്നെ ഈ ഫിഗർ 2.13 കുറച്ച് സ്റ്റേജസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സോ ഈ സിംഗമി വഴി ഫോം ചെയ്യുന്നതാണല്ലോ സൈഗോട്ട്. ഈ സൈഗോട്ട് എന്ത് ചെയ്യും? സൈഗോട്ട് പിന്നെ ഡിവൈഡ് ചെയ്യും, അതിനെ എംബ്രിയോ ആയിട്ട് മാറും. ആദ്യം അതൊരു ഗ്ലോബുലാർ എംബ്രിയോ ആയിരിക്കും. ഈ സ്ട്രക്ചർ ഉണ്ടോ, ഈ ഒരു സ്ട്രക്ചർ, ഈ ഷേപ്പിലുള്ള ഈ സ്ട്രക്ചർ എന്ന് പറയുന്ന പേരാണ് ഗ്ലോബുലാർ എംബ്രിയോ. അത് കഴിഞ്ഞിട്ട് ഹാർട്ട് ഷേപ്ഡ് എംബ്രിയോ അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേജിന് ഹാർട്ട് ഷേപ്ഡ് എംബ്രിയോ എന്ന് പറയും. പിന്നെ അത് കഴിഞ്ഞിട്ടായിരിക്കും കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യുന്നത്, അതായത് ബാക്കി സ്റ്റേജസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. ഈ റാഡിക്കൽ എന്ന് പറയുന്നത് റൂട്ട് പോർഷനും പിന്നെ കോട്ടിലിഡൻ എന്ന് വെച്ചാൽ നമുക്കറിയാം മോണോകോട്ടും ഡൈക്കോട്ടും, അതുപോലെ ആ കോട്ടിലിഡൻസ് ആയിട്ട് മാറുന്ന സ്ട്രക്ചറൊക്കെ പിന്നെ ആയിരിക്കും ഫോം ചെയ്യുന്നത്. സോ ഈ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഫോംസിന്റെ പേര് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. സൈഗോട്ട് എന്താവും? സൈഗോട്ട് എംബ്രിയോ ആവും. പിന്നെ ആദ്യത്തെ ഷേപ്പ് ആയിരിക്കും ഗ്ലോബുലാർ ഷേപ്പിലുള്ള എംബ്രിയോ. അത് കഴിഞ്ഞ് ഹാർട്ട് ഷേപ്ഡ് എംബ്രിയോ ഫോം ചെയ്യും. അത് കഴിഞ്ഞിട്ടായിരിക്കും മെച്ചൂർ ആയിട്ടുള്ള എംബ്രിയോ ഫോം ചെയ്യുന്നത്. ആ ഫിഗറിന്റെ ഇതൊന്ന് നോക്കിയത്, കാരണം ചിലപ്പോ ഈ ഫിഗർ വന്നിട്ട് അത് എന്താ ചോദിക്കും. അന്നേരം നമ്മൾ പറയണം ഹാർട്ട് ഷേപ്ഡ് എംബ്രിയോ ആയിരിക്കും, അല്ലെങ്കിൽ എന്താ ഗ്ലോബുലാർ ആണെങ്കിൽ അത് ഒന്ന് നോട്ട് ചെയ്തേക്കണേ. So post-fertilization structures and events. Following double fertilization, events of endosperm and embryo development, maturation of ovules into seeds and ovary into fruit are collectively termed as post-fertilization events. So pre-fertilization events എന്താ ഉള്ളത്? ഗാമേറ്റ്സ് ഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫെർട്ടിലൈസേഷന് മുമ്പ് വരെയുള്ള പ്രോസസ്സാണ് പ്രീ ഫെർട്ടിലൈസേഷൻ ഈവെന്റ്സിൽ കാണുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള പ്രോസസ്സാണ് ഫെർട്ടിലൈസേഷൻ. ആൻഡ് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞുള്ള പ്രോസസ്സിന് പറയുന്നതാണ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ പീരിയഡ്.
ഈ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ പീരീഡിൽ എന്താ സംഭവിക്കുന്നത്? ഈ എംബ്രിയോയിലും ഓവറിയിലും ഒക്കെ നമ്മൾ കുറെ പാർട്സിലെ കാര്യമൊക്കെ പറഞ്ഞു. അവർക്ക് ചേഞ്ചസ് ഉണ്ടാവും. ആ ചേഞ്ചസ് ഉണ്ടാവുന്നത് ഈ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ പീരീഡിലാണ്. അതിന് മെയിൻ ആയിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ ഓവറി എന്ത് ചെയ്യും? ഓവറി ഫ്രൂട്ട് ആയിട്ട് മാറും, ഓവിയുടെ സീഡ് ആയിട്ട് മാറും. പിന്നെ ബാക്കിയുള്ള സ്ട്രക്ചർ, അതായത് നമ്മള് എംബ്രിയോ സാക്കിന്റെ സ്ട്രക്ചർ പഠിച്ചപ്പോൾ യൂണിക്കൽ, ഹൈലം, അതിന്റെ കാര്യമൊക്കെ പറഞ്ഞു. സോ യൂണിക്കൽ എന്താകും? സീഡിന്റെ സ്റ്റോക്ക് ആയിട്ട് മാറും. പിന്നെ ഹൈലമായിട്ട് തന്നെ എക്സിസ്റ്റ് ചെയ്യായിരുന്നു ചെയ്യുന്നത്. ഫസ്റ്റ് പഠിക്കാനുള്ള എന്താ? എൻഡോസ്പോം. എൻഡോസ്പോം നമ്മൾ പറഞ്ഞു ട്രിപ്പിൾ ഫ്യൂഷൻ വഴി ഫോം ചെയ്യുന്ന സ്ട്രക്ചർ ആണ് എൻഡോസ്പോം. അതായത് പ്രൈമറി എൻഡോസ്പോം ന്യൂക്ലിയസ് കുറച്ചും കൂടി ഗ്രോ ചെയ്ത് വരുന്ന സ്റ്റേജ് നമ്മൾ അതിന് പറയുന്ന പേരാണ് എൻഡോസ്പോം സിംപ്ലി. അത് 3n കണ്ടീഷനിലായിരിക്കും. സോ എൻഡോസ്പോം development predates the embryo development. Why? The primary endosperm cell divided repeatedly and forms a triploid endosperm tissue. The cells of this tissue are filled with reserve food materials and are used for the nutrition of the developing embryo. സോ ഇവർ പറഞ്ഞിട്ടുള്ളത് എന്താ? എംബ്രിയോ ഫോം ചെയ്യുന്നതിന് മുമ്പ് തന്നെ എൻഡോസ്പോം ഡെവലപ്പ് ചെയ്ത് തുടങ്ങും. അതെന്താന്ന് വെച്ചാൽ ഈ ഡെവലപ്പ് ചെയ്ത് വരുന്ന എംബ്രിയോയ്ക്ക് ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യാനുള്ള ഫംഗ്ഷൻ ആരുടെയാ? എൻഡോസ്പോമിന്റെ ഫംഗ്ഷനാണ്. നമ്മൾ നേരത്തെ പഠിച്ചപ്പോ ന്യൂസെല്ലസും അതുപോലെ തന്നെ ടപ്പീറ്റത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു. ടപ്പീറ്റം എന്താ? അത് ഡെവലപ്പ് ചെയ്ത് വരുന്ന മൈക്രോസ്പോർസ് അല്ലെങ്കിൽ മൈക്രോസ്പോർസ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ടപ്പീറ്റം. അതേസമയം ഈ എംബ്രിയോസാക്കിനകത്തുള്ള ഓവറിക്കകത്തുള്ള എംബ്രിയോസാക്കിനകത്ത് എക്സെല്ലിന് ന്യൂട്രിയൻസ് പകരുന്നതാണ് ന്യൂസെല്ലർ. അതുപോലെ തന്നെ ഇത് ഡെവലപ്പ് ചെയ്ത് സൈഗോട്ടായി വന്ന സമയത്ത് സൈഗോട്ടിന് ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ സൈഗോട്ട് വളർന്ന് എംബ്രിയോ ആവുന്ന സമയത്ത്, അതായത് ബാക്കിയുള്ള ഗ്രോത്ത് ഫേസസിൽ ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള ആളാണ് എൻഡോസ്പോം ടിഷ്യൂ. സോ എൻഡോസ്പോം സെൽസിൽ കാണുന്നത് എന്താ? റിസർവ് ഫുഡ് മെറ്റീരിയൽസ് ആയിരിക്കും എൻഡോസ്പോം സെല്ലിൽ കാണുന്നത്. അവരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്ത് വരുന്ന എംബ്രിയോസിന് ന്യൂട്രിയൻസ് കൊടുക്കുക എന്നുള്ളതാണ്. In most common type of endosperm development, the pen undergoes successive nuclear divisions to give rise to prenuclear. The stage of endosperm developed is called a prenuclear endosperm. Subsequently, cell wall formation occurs and the endosperm becomes cellular. The number of prenuclei formed before cellularization varies greatly. The coconut water from tender coconut that you are familiar with is nothing but prenuclear endosperm made up of thousands of nuclei, and the surrounding white kernel is cellular endosperm. So ഈ എൻഡോസ്പോം എന്ന് പറയുന്നത് നമുക്ക് രണ്ട് ടൈപ്പ് ആയിട്ട് തിരിക്കാൻ പറ്റും. അതിലൊന്നാണ് പ്രീന്യൂക്ലിയർ എൻഡോസ്പോമും മറ്റൊന്നാണ് സെല്ലുലാർ എൻഡോസ്പോം. സോ ഈ പ്രൈമറി എൻഡോസ്പോം ന്യൂക്ലിയസിന് എന്താ സംഭവിക്കുന്നത്? അതിന് റാപ്പിഡ് ആയിട്ട് ഡിവിഷൻ നടക്കും. അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് പ്രീ ന്യൂക്ലിയർ ആയിട്ടുള്ള സ്ട്രക്ചർ ആയിരിക്കും ഫോം ചെയ്യുന്നത്. ഈ പ്രീ ന്യൂക്ലിയർ സ്ട്രക്ചർ ഫോം ചെയ്യുന്ന ഡിവിഷൻ പറയുന്നത് പ്രീ ന്യൂക്ലിയർ ഡിവിഷൻ തന്നെയായിരിക്കും. സോ അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ സെൽ വാൾ ഫോർമേഷൻ ഉണ്ടാവില്ല. സാധാരണ നമുക്കറിയാം സെൽസ് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് പറ്റും? ആദ്യം ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് അതിന്റെ ചുറ്റുമുള്ള സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യും, അവസാനം രണ്ടും രണ്ട് സെൽസ് ആയിട്ട് മാറും. പ്ലാന്റ്സിലാണെങ്കിൽ സെൽ വാൾ ഉള്ളതുകൊണ്ട് രണ്ടിനും രണ്ട് സെൽ വാൾ ഫോം ചെയ്യും. പക്ഷെ ഈ പ്രീ ന്യൂക്ലിയർ ഡിവിഷന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ സെൽ വാൾ ഫോം ചെയ്യില്ല. സോ ഈ ഫോം ചെയ്യുന്ന സെൽസ് ഒക്കെ ഒരു പ്രീ ന്യൂക്ലിയർ എൻഡോസ്പോം ആയിട്ടായിരിക്കും കാണുന്നത്. നമ്മളിപ്പോ പറയുകയാണെങ്കിൽ ഈ കോക്കനട്ട് ഇല്ലേ, തേങ്ങയ്ക്കകത്ത് ഒരു വെള്ള ടൈപ്പിലുള്ള ഒരു പാർട്ടുണ്ട്, അതിന് നമ്മൾ പറയുന്ന പേരാണ് കേർണൽ. കോക്കനട്ടിന്റെ കേർണലും അതിനകത്ത് കോക്കനട്ട് വാട്ടറും ഉണ്ട്. ഈ കോക്കനട്ട് വാട്ടർ എന്ന് പറയുന്നത് എന്താ? അതും ഇപ്പൊ ഒരു കോക്കനട്ടിനകത്ത് ഒരു എംബ്രിയോ വളരുവാണെങ്കിൽ അതിനകത്ത് രണ്ട് ടൈപ്പ് ഓഫ് എൻഡോസ്പോം ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ആ വെള്ളമായിട്ട് കാണുന്ന പാർട്ടാണ് പ്രീ ന്യൂക്ലിയർ എൻഡോസ്പോം. അതിന്റെ ചുറ്റും കാണുന്ന വെള്ള പോർഷൻ എന്താ? അത് സെല്ലുലാർ എൻഡോസ്പോമും ആയിരിക്കും. ഈ പ്രീ ന്യൂക്ലിയർ എൻഡോസ്പോം ഫോം ചെയ്യുന്നത് എങ്ങനെയാ? പ്രൈമറി എൻഡോസ്പോമിന് ഡിവിഷൻ നടക്കും, പക്ഷെ അവിടെ എന്താ? സൈറ്റോകൈനസിസ്, സെൽ വാൾ ഫോർമേഷൻ ഉണ്ടാവില്ല. അങ്ങനെയാണ് പ്രീ ന്യൂക്ലിയർ എൻഡോസ്പോം ഫോം ചെയ്യുന്നത്. അവിടെ നടക്കുന്നത് മൈറ്റോസിസ് ആയിരിക്കും. മൈറ്റോസിസ് എന്ന് വെച്ചാൽ എന്താ? 2n കണ്ടീഷൻ ആയിട്ട് തന്നെ നിലനിൽക്കും. ഇവിടെ 3n കണ്ടീഷൻ ആയതുകൊണ്ട് 3n കണ്ടീഷൻ തന്നെ ആയിരിക്കും നിലനിൽക്കുന്നത്. സോ
സോ മൈറ്റോസിസ് ഡിവിഷൻ നടന്ന് സെൽ വാൾ ഇല്ലാതെ ഫോം ചെയ്യുന്ന സെൽസിനാണ് ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേം എന്ന് പറയുന്നത്. സോ കോക്കനട്ടിലെ കോക്കനട്ട് വാട്ടർ ആണ് ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേമിന്റെ എക്സാമ്പിൾ. സോ അത് ഇമ്പോർട്ടന്റ്. കോക്കനട്ട് വാട്ടർ എന്താ ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേമിന്റെ എക്സാമ്പിൾ ആണ്. പിന്നെന്താ സെല്ലുലർ ടൈപ്പ് ഓഫ് എൻഡോസ്പേമും ഉണ്ടാവാം. ഈ സെല്ലുലർ എൻഡോസ്പേം എന്തായിരിക്കും? ആ കോക്കനട്ടിനൊക്കെ അകത്ത് കാണുന്ന വൈറ്റ് പാർട്ട് ആയിരിക്കും സെല്ലുലർ എൻഡോസ്പേം. കോക്കനട്ട് വാട്ടർ ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേം ആയിരിക്കും. ക്ലിയർ ആണോ അത്? ക്ലിയർ ആണ് മാം. ഓക്കെ. സോ ഇനി പറയുന്നത് എന്താ? എൻഡോസ്പേം may either be completely consumed by the developing embryo before seed maturation or it may persist in the mature seed and can be used up during seed germination. സോ എൻഡോസ്പേം രണ്ട് ടൈപ്പ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് ചില പ്ലാന്റ്സിൽ എന്താ അത് ഡെവലപ്പ് ചെയ്ത് വരുന്ന സമയത്ത് തന്നെ മുഴുവൻ എൻഡോസ്പേമും കൺസ്യൂം ചെയ്ത് തീർന്നിട്ടുണ്ടാവും. അതായത് ആ ഡെവലപ്പ് ചെയ്യുന്ന എംബ്രിയോ ടോട്ടൽ മൊത്തം ഉള്ള എൻഡോസ്പേമിനും യൂസ് ചെയ്ത് തീർത്തിട്ടുണ്ടാകും. അതിനുള്ള എക്സാമ്പിൾ ആണ് ടീ, ഗ്രൗണ്ട്നട്ട് ആൻഡ് ബീൻസ്. അത് ഇമ്പോർട്ടന്റ് എക്സാമ്പിൾസ് നോക്കണം. സോ ടീ, ഗ്രൗണ്ട്നട്ടും ബീൻസും എന്താണ് എൻഡോസ്പേമിനെ കംപ്ലീറ്റ്ലി കൺസ്യൂം ചെയ്യും. സോ അവിടെ ഡെവലപ്പ് ചെയ്ത് കഴിയുന്ന സമയത്ത് എൻഡോസ്പേം ബാക്കി കാണില്ല. അതേസമയം ഈ കാസ്റ്ററും കോക്കനട്ടിലൊക്കെ എന്താ അത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എംബ്രിയോ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാലും എൻഡോസ്പേം ബാക്കി അവിടെ റിമെയിൻ ചെയ്യും. എക്സാമ്പിൾസ് ഒന്ന് ഓർത്തെടുക്കണം. കാസ്റ്റർ ആൻഡ് കോക്കനട്ടിനകത്ത് എൻഡോസ്പേം പെർസിസ്റ്റ് ചെയ്യും. മെച്ചുവർ എംബ്രിയോയുടെ കൂടെ തന്നെ എൻഡോസ്പേമും കാണും. അതേസമയം ടീ, ഗ്രൗണ്ട്നട്ട് ആൻഡ് ബീൻസിലൊക്കെ എംബ്രിയോ ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ എൻഡോസ്പേം കംപ്ലീറ്റ്ലി കൺസ്യൂം ചെയ്തിട്ടുണ്ട്. അതായത് എംബ്രിയോ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എൻഡോസ്പേം ബാക്കി കാണാൻ പറ്റില്ല. ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത് ഈ എൻഡോസ്പേം എന്ന് വെച്ചാൽ എന്തിനുള്ള യൂസ് ചെയ്യുന്നതാണ്, പിന്നെ അതിന്റെ ഡെവലപ്പ് ചെയ്ത് വരുന്നപ്പോൾ അതായത് പ്രീ ന്യൂക്ലിയർ എൻഡോസ്പേമും ഉണ്ടാവാം, സെല്ലുലാർ എൻഡോസ്പേമും ഉണ്ടാവാം. പിന്നെ കോക്കനട്ട് വാട്ടറിന്റെ എക്സാമ്പിൾ ഒത്തിരി ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഉള്ളത് ഈ എക്സാമ്പിൾസിന് കാര്യം പീ, ഗ്രൗണ്ട്നട്ട് ജീൻസിലും എൻഡോസ്പേം കംപ്ലീറ്റ്ലി കൺസ്യൂംഡ് ആയിരിക്കും. അതേസമയം കാസ്റ്റർ ആൻഡ് കോക്കനട്ടിനകത്ത് മെച്ചുവർ സീഡ്സിന്റെ കൂടെ എൻഡോസ്പേമും കൂടെ റിമെയിൻ ചെയ്യും. സോ ഈ കാസ്റ്റർ ആൻഡ് കോക്കനട്ടിലുള്ള ഈ മെച്ചുവർ ആയ സമയത്ത് ഉണ്ടാകുന്ന എൻഡോസ്പേം അവർ പിന്നെ ജെർമിനേഷന്റെ സമയത്ത് അത് യൂസ് ചെയ്യാറുണ്ട്. സോ അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അടുത്താണ് എംബ്രിയോ. എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നത് ഈ എൻഡോസ്പേമിന്റെ ന്യൂട്രിയൻസ് കൺസ്യൂം ചെയ്താണ് എംബ്രിയോ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. Embryo develops at the micropylar end of the embryo sac where the zygote is situated. Most zygotes divide only after a certain amount of endosperm is formed. This is an adaptation to provide assured nutrition to the developing embryo. So നമ്മൾ ആദ്യം ഇവിടെ പറഞ്ഞു ഈ എൻഡോസ്പേമിന്റെ സമയത്ത് എന്താ പറഞ്ഞത്? ആദ്യം ഫോം ചെയ്യുന്ന എൻഡോസ്പേം ആയിരിക്കും. അതായത് എൻഡോസ്പേം ഡെവലപ്മെന്റ് പ്രിസീഡ്സ് എംബ്രിയോ ഡെവലപ്മെന്റ്. എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ് എൻഡോസ്പേം ഡെവലപ്പ് ചെയ്യും. സോ അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ എംബ്രിയോ ഡെവലപ്പ് ചെയ്ത് വരുന്ന സമയത്ത് അതിന് എന്തായാലും ന്യൂട്രിയൻസ് കിട്ടുന്ന ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് ആദ്യം എൻഡോസ്പേമിനെ ഡെവലപ്പ് ചെയ്യുന്നത്. അതൊരു അഡാപ്റ്റേഷന് വേണ്ടിയിട്ടുള്ളൊരു കാര്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും. Though the seeds differ greatly, the early stages of embryo development are similar in both monocotyledons and dicotyledons. ഈ മോണോകോട്ടിലിഡൻസും ഡൈകോട്ടിലിഡൻസും വെച്ചാൽ എന്താ? ഡൈകോട്ടിലിഡൻസിൽ രണ്ട് കോട്ടിലിഡൻ ഉണ്ടാവും. അതായത് രണ്ട് ഡിഫറൻറ്റ് കോട്ടിലിഡൻസ് ആയിട്ട് നമുക്ക് അതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതേസമയം മോണോകോട്ട് എംബ്രിയോസിൽ എന്താ? മോണോകോട്ട് എംബ്രിയോസിൽ ഒരൊറ്റ കോട്ടിലിഡനെ കാണുള്ളൂ. നമുക്കതിനെ ഡിവൈഡ് ചെയ്തെടുക്കാനൊന്നും പറ്റില്ല. അതായത് നോർമലി അവർ തമ്മിലൊരു ഡിവിഷൻ ഉണ്ടാവില്ല. അതാണ് മോണോകോട്ട് എംബ്രിയോയും ഡൈകോട്ട് എംബ്രിയോയും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ ഈ എംബ്രിയോജെനി എന്നൊരു ടേം ഇവിടെ കൊടുത്തിട്ടുണ്ട്. എംബ്രിയോജെനി എന്ന് വെച്ചാൽ എന്താ?
സ്റ്റേജസ് ഓഫ് എംബ്രിയോ ഡെവലപ്മെന്റ്, അതായത് എംബ്രിയോ ഡെവലപ്പ് ചെയ്ത് വരുന്ന ആ സ്റ്റേജസിന് പറയുന്ന പേരാണ് എംബ്രിയോജനി അല്ലെങ്കിൽ ജനറേഷൻ ഓഫ് എംബ്രിയോ. എംബ്രിയോ ഗ്രോ ചെയ്യുന്ന ഫേസസ്, അതിനാണ് എംബ്രിയോജനി എന്ന് പറയുന്നത്. The zygote give rise to pro-embryo and subsequently to globular, heart-shaped and mature embryo. ഈ നമ്മൾ ആ ഫിഗറിൽ പറഞ്ഞിരുന്നു, ആദ്യം സൈഗോട്ട് പിന്നെ എംബ്രിയോ ആയിട്ട് മാറും, എംബ്രിയോ പിന്നെ ഗ്ലോബുലാർ ഷേപ്ഡ് എംബ്രിയോ ആവാം, ഹാർട്ട് ഷേപ്ഡ് എംബ്രിയോ ആവാം, അത് ശേഷമായിരിക്കും അത് മെച്യൂർ ആയിട്ടുള്ള എംബ്രിയോ ആയിട്ട് ഫോം ചെയ്യുന്നത്. സോ സൈഗോട്ട്, പ്രോ എംബ്രിയോ, ഗ്ലോബുലാർ എംബ്രിയോ, ഹാർട്ട് ഷേപ്ഡ് എംബ്രിയോ ആൻഡ് മെച്യൂർ എംബ്രിയോ. ഈ ഫിഗറിന്റെ എക്സ്പ്ലനേഷൻ ആയിരിക്കും അവരിവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ വന്നിരിക്കുന്നത് എന്താ, ഈ ടിപ്പിക്കൽ ഡൈകോട്ടിലിഡനസ് എംബ്രിയോ കൺസിസ്റ്റ് ഓഫ് ആൻ എംബ്രിയോണൽ ആക്സിസ് ആൻഡ് 2 കോട്ടിലിഡൻസ്. ഇനി പറഞ്ഞിട്ടുള്ളത് ഡൈകോട്ട് എംബ്രിയോയുടെ സ്ട്രക്ചറാണ്. ഇവിടെ ഫിഗർ 2.14 ആദ്യം കൊടുത്തിരിക്കുന്നത്, അതായത് ഫിഗർ എ ആണ് ഡൈകോട്ട് ആൻഡ് ഫിഗർ ബി എന്ന് പറയുന്നത് മോണോകോട്ട്. ഈ രണ്ട് ഫിഗറും ഇമ്പോർട്ടന്റ്, അത് വരയ്ക്കാനും ചോദിക്കും, ലേബിൾ ചെയ്യാനും ചോദിക്കും. സോ അത് പ്രത്യേകം നോട്ട് ചെയ്യണം കേട്ടോ. എംബ്രിയോ ഡെവലപ്മെന്റിൽ ഡൈകോട്ടിലിഡൻസ് ഡെവലപ്പ് ചെയ്ത് വരുന്ന സ്ട്രക്ചറും മോണോകോട്ടിലിഡൻസ് വരുന്ന സ്ട്രക്ചറും തമ്മിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. സോ എംബ്രിയോ മോണോകോട്ട്, നമ്മൾ ആദ്യം പറഞ്ഞ ഡൈകോട്ടിലിഡനസ് എംബ്രിയോ കാര്യം. So a typical dicotyledonous embryo consists of an embryonal axis and 2 cotyledons. The portion of embryonal axis above the level of cotyledons is the epicotyle, which terminates with the plumule or the stem tip. The cylindrical portion below the level of cotyledons is hypocotyle that terminates at its lower end in the radicle or the root tip. The root tip is covered with the root cap. So dicot embryoയുടെ സ്ട്രക്ചർ ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഡൈകോട്ട് എംബ്രിയോയിൽ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും? ഒരു എംബ്രിയോണൽ ആക്സിസ് ഉണ്ടാവും. എംബ്രിയോണൽ ആക്സിസ്, ഈ എംബ്രിയോണൽ ആക്സിസ് എന്താണെന്ന് വെച്ചാൽ 2 കോട്ടിലിഡൻ ഉണ്ടല്ലോ, ഈ കോട്ടിലിഡൻസിനെ തമ്മിൽ ഡിവൈഡ് ചെയ്യുന്നത് ഈ ഡൈകോട്ടിലിഡനസ് എംബ്രിയോണൽ ആക്സിസ് ആണ്. ഇപ്പൊ നമ്മള് എന്തെങ്കിലും ഈ പീസ് പോലുള്ള കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ അതിന് 2 കോട്ടിലിഡൻ ഉണ്ടാവും. അത് മുളച്ചു വരുമ്പോൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ഇങ്ങനെയായിരിക്കും അതിന്റെ സ്ട്രക്ചർ കാണാൻ പറ്റുക. മേലിലേക്ക് ഒരു ഗ്രീൻ പോർഷൻ പോകുന്നുണ്ടാവും, താഴത്തേക്ക് ഒരു പോർഷൻ ഉണ്ടാവും. ഇത് രണ്ടും ആയിരിക്കും കോട്ടിലിഡൻസ്. ഈ 2 കോട്ടിലിഡൻസിന് ഡിവൈഡ് ചെയ്യുന്ന ഒരു ആക്സിസ്, ഒരു ഇമാജിനറി ആക്സിസിന് പറയുന്നതാണ് എംബ്രിയോണൽ ആക്സിസ് എന്നുള്ളത്. പിന്നെ ഈ എംബ്രിയോണൽ ആക്സിസിന്റെ കോട്ടിലിഡൻസിന്റെ മേലിലേക്കുള്ള പാർട്ട്, അതായത് ഈ കോട്ടിലിഡൻസിന്റെ 2 മേലിലേക്ക് പോകുന്ന ഒരു ഗ്രീൻ പാർട്ട് ഉണ്ടാവും. ആ ഗ്രീൻ പാർട്ട് എന്താ, അതിനാണ് എപ്പികോട്ടൈൽ എന്ന് പറയുന്നത്. ആൻഡ് ഈ എപ്പികോട്ടൈലിന്റെ എൻഡിലുള്ള പാർട്ടാണ് പ്ലൂമ്യൂൾ. പ്ലൂമ്യൂൾ എന്ന് വെച്ചാൽ ഈ പ്ലൂമ്യൂൾ ആണ് പിന്നെ പ്ലാന്റ് വളരുന്ന സമയത്ത് സ്റ്റെം എന്ന് പറയുന്ന പാർട്ടായിട്ട് വളർന്നു വരുന്നത് പ്ലൂമ്യൂളാണ്. കാരണം ടോപ്പിലേക്ക് പോകുന്ന പോർഷൻ ആയിരിക്കുമല്ലോ സ്റ്റെം വരുന്നത് എവിടുന്ന, പ്ലൂമ്യൂൾ എന്ന് പറയുന്ന പാർട്ടിൽ നിന്നായിരിക്കും സ്റ്റെം വരുന്നത്. അതുകൊണ്ട് പ്ലൂമ്യൂളിന് നമ്മൾ സ്റ്റെം ടിപ്പ് എന്നും പറയാറുണ്ട്. അതേസമയം താഴേക്ക് പോയൊരു പോർഷനില്ലേ, താഴേക്ക് പോയ പോർഷൻ എന്ന് പറയുന്നത് ഹൈപ്പോകോട്ടൈൽ. സോ ഈ കോട്ടിലിഡൻസ് ഈ സ്ട്രക്ചർ ആയിരിക്കും. ഇതിന്റെ മേളിലേക്ക് പോകുന്നത് എപ്പികോട്ടൈൽ ആൻഡ് താഴേക്ക് പോകുന്നത് ഹൈപ്പോകോട്ടൈൽ. ഇവിടെ ഫിഗർ കൊടുത്തിട്ടുണ്ട് ഹൈപ്പോകോട്ടൈൽ. ഈ മേളിലേക്ക് പോകുന്ന പോർഷൻ ആണ് എപ്പികോട്ടൈൽ. എപ്പികോട്ടൈൽ എന്താ കാണുന്നത്, സ്റ്റെം ടിപ്പ് അല്ലെങ്കിൽ പ്ലൂമ്യൂൾ ആയിരിക്കും എപ്പികോട്ടൈലിൽ കാണുന്നത്. അതേസമയം താഴേക്ക് പോകുന്ന പോർഷൻ ആയിട്ടുള്ള ഹൈപ്പോകോട്ടൈലിന്റെ ഏറ്റവും എൻഡ് എന്ന് പറയുന്നത് എന്താ, റൂട്ട് ക്യാപ്പ് അല്ലെങ്കിൽ റേഡിക്കൽ. റേഡിക്കൽ എന്ന് വെച്ചാൽ റൂട്ട് ഫോം ചെയ്യുന്ന പോർഷൻ. റൂട്ട് ഫോം ചെയ്യുന്ന പോർഷന്റെ ഏറ്റവും എൻഡിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ട്രക്ചർ ആണ് റൂട്ട് ക്യാപ്പ്. ഈ റൂട്ട് ക്യാപ്പ് എന്ന് പറയുന്നത് ഈ റൂട്ടിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് റൂട്ട് ക്യാപ്പ്. അത് കാണുന്നത് ഹൈപ്പോകോട്ടൈലിന്റെ താഴത്തേക്ക് ഏറ്റവും ടെർമിനൽ എൻഡിലായിരിക്കും. അതായത് ഹൈപ്പോകോട്ടൈൽ എൻഡ് ചെയ്യുന്ന പോർഷനിലായിരിക്കും റേഡിക്കലും റൂട്ട് ക്യാപ്പും കാണുന്നത്. റേഡിക്കൽ പിന്നെ പ്ലാന്റിനകത്ത് റൂട്ട് പോർഷൻ ആയിട്ട് മാറും. പ്ലൂമ്യൂൾ എന്താവും, സ്റ്റെമ്മിന്റെ ഭാഗത്തായിട്ടും മാറും. ആൻഡ് ഈ ഫിഗറിൽ ഈ കൊടുത്തിരിക്കുന്ന 2 പാർട്സ് അതാണ് കോട്ടിലിഡൻസ്. ഇതിനെ കുറച്ചുകൂടെ നല്ലൊരു ഫിഗർ ഞാൻ അയച്ചു തരാവേ, പക്ഷെ ഈ ഫിഗർ ആയിരിക്കും മിക്കവാറും എക്സാമിന് വരുന്നത്. സോ ഇതിന്റെ പാർട്സ് ഒക്കെ നന്നായിട്ട് പഠിക്കണം. ക്ലിയർ ആയോ അത്? ഓക്കെയാണ് മാം. ഓക്കെ. സോ ഡൈകോട്ട് എംബ്രിയോയില് ഒരു എംബ്രിയോണൽ ആക്സിസ് ഉണ്ടാവും, 2 കോട്ടിലിഡൻസ് ഉണ്ടാവും. എംബ്രിയോണൽ ആക്സിസിന്റെ മേലിലേക്കുള്ള പോർഷൻ പറയുന്ന പേരാണ് എപ്പികോട്ടൈൽ. അതിന്റെ എൻഡാണ് പ്ലൂമ്യൂൾ അല്ലെങ്കിൽ സ്റ്റെം ഫോം ചെയ്യുന്ന പാർട്ട്.
കോട്ടിലിഡന്റെ താഴേക്കുള്ള പോർഷൻ പറയുന്ന പേരാണ് ഹൈപ്പോകോട്ടൈൽ. ഹൈപ്പോകോട്ടൈലിന്റെ ഏറ്റവും എൻഡ് പോർഷൻ എന്ന് പറയുന്ന പേരാണ് റേഡിക്കൽ. ആൻഡ് ഈ റേഡിക്കലിന്റെ അറ്റത്ത് കാണുന്ന ഒരു കവറിംഗ് ആണ് റൂട്ട് ടിപ്പ്. ആ പോർഷൻ എന്തായിട്ട് മാറും? റേഡിക്കൽ ആയിട്ട് പിന്നെ റൂട്ട് ആയിട്ടായിരിക്കും മാറുന്നത്. ഇത്രയാണ് ഡൈക്കോട്ടി എംബ്രിയോയുടെ സ്ട്രക്ചർ. ഇനി നമുക്ക് പറയാനുള്ളത് മോണോകോട്ടിലിഡൻ. മോണോകോട്ടിലിഡൻസിലെ എംബ്രിയോയുടെ സ്ട്രക്ചറിന്റെ കാര്യം. Embryos of monocotyledons possess only one cotyledon. In the grass family, the cotyledon is called scutellum. ഇത് ഇമ്പോർട്ടന്റ് ആട്ടോ. ഗ്രാസ് ഫാമിലിയിലെ കോട്ടിലിഡൻ എന്ന് നമ്മൾ പറയുന്ന പേരെന്താ? സ്ക്യൂട്ടല്ലം. ആൻഡ് നേരത്തെ നമ്മൾ പറഞ്ഞു ഡൈകോട്ടിലിഡൻസിലെ 2 കോട്ടിലിഡൻസ് ഉണ്ടാവും. അതുകൊണ്ട് എംബ്രിയോണൽ ആക്സിസിന്റെ 2 സൈഡിലായിട്ടായിരിക്കും അത് കാണുന്നത്. പക്ഷെ മോണോകോട്ടിലിഡൻസിൽ ഒരൊറ്റ കോട്ടിലിഡനേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സൈഡിലായിരിക്കും, എംബ്രിയോണൽ ആക്സിസിന്റെ ഏതെങ്കിലും ഒരു സൈഡിലായിരിക്കും ഈ സ്ക്യൂട്ടല്ലം എന്ന് പറയുന്ന കോട്ടിലിഡൻ കാണുന്നത്. സ്ക്യൂട്ടല്ലം എന്താ? ഗ്രാസ് ഫാമിലി, അതായത് ഗ്രാസ് പോലുള്ള ചെടികളുടെ ഫാമിലിയിലുള്ള കോട്ടിലിഡൻ എന്ന് നമ്മൾ പറയുന്ന പേരെന്താ? സ്ക്യൂട്ടല്ലം. സ്ക്യൂട്ടല്ലം ഇമ്പോർട്ടന്റ്. സോ ഗ്രാസ് ഫാമിലിയിലുള്ള കോട്ടിലിഡൻ എന്ന് പറയുന്ന പേരാണ് സ്ക്യൂട്ടല്ലം. ആൻഡ് അത് കാണുന്നത് എവിടെയാ? ലാറ്ററൽ ഓഫ് ദ എംബ്രിയോണൽ ആക്സിസ്, അതായത് എംബ്രിയോണൽ ആക്സിസിന്റെ ഒരു സൈഡിലായിട്ടായിരിക്കും ഈ സ്ക്യൂട്ടല്ലം കാണുന്നത്. At its lower end, the embryonal axis has the radicle and root cap enclosed in an undifferentiated sheet called clerohysa. So ഇവിടെ ഡിഫറൻസ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ പറഞ്ഞപ്പോൾ അവിടെ റൂട്ട് പോർഷൻ ഉണ്ടാവുന്ന റാഡിക്കലും ഒരു റൂട്ട് ക്യാപ്പും ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ എന്താ? ഇവിടെ റേഡിക്കൽ ആൻഡ് റൂട്ട് ക്യാപ്പ് ആർ എൻക്ലോസ്ഡ് ഇൻ ആൻ അൺഡിഫറൻഷിയേറ്റഡ് ഷീറ്റ് കോൾഡ് ക്ലീറോഹൈസ. ഇവിടെ ക്ലീറോഹൈസ എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ പാർട്ട് കൂടി വന്നു. അതെന്താ ചെയ്യുന്നത്? റാഡിക്കലിനെയും റൂട്ട് ക്യാപ്പിനെയും കൂടെ എൻക്ലോസ് ചെയ്യിപ്പിക്കുക. അതായത് റാഡിക്കലിന്റെയും റൂട്ട് ക്യാപ്പും കഴിഞ്ഞു വരുന്ന ഒരു പാർട്ടിന് പറയുന്ന പേരാണ് ക്ലീറോഹൈസ എന്നുള്ളത്. The portion of the embryonal axis above the level of the attachment of the scutellum is the epicotyle. Epicotyle has a shoot apex and a leaf and a few leaf primordia enclosed in a hollow foliar structure, that's cleoptile. So ഇവിടെ എക്സ്ട്രാ ആയിട്ട് വന്നിട്ടുള്ള 2 പാർട്ടാണ് ക്ലിയോഹൈസയും 2 ക്ലിയോപ്റ്റൈലും. സോ ക്ലീറോഹൈസ കാണുന്നത് റേഡിക്കലിന്റെയും റൂട്ട് ക്യാപ്പിന്റെയും കഴിഞ്ഞിട്ടുള്ള പോർഷനിലായിരിക്കും. ഈ ക്ലിയോപ്റ്റൈൽ കാണുന്നത് പ്രിമ്യൂള് കഴിഞ്ഞിട്ടുള്ള പോർഷൻ, അതായത് പ്രിമ്യൂളിന് മേലായിട്ടുള്ള പാർട്ടിലായിരിക്കും ക്ലിയോപ്റ്റൈൽ കാണുന്നത്. സ്ക്യൂട്ടലത്തിന് മേളിലേക്കുള്ള പോർഷൻ പറയുന്ന പേരെന്താ? എംബ്രിയോണൽ ആക്സിസിന് സ്ക്യൂട്ടലത്തിന്റെ മേളിലേക്കുള്ള എംബ്രിയോണൽ ആക്സിസിന്റെ പോർഷൻ പറയുന്ന പേരാണ് എപ്പികോട്ടൈൽ. നമ്മൾ നേരത്തെയും പറഞ്ഞു ഡൈകോട്ടിലിന്റെ സ്ട്രക്ചറിലും എന്താ ഉള്ളത്? അവിടെ ഒരു എപ്പികോട്ടൈലും താഴേക്കുള്ള ഒരു ഹൈപ്പോകോട്ടൈലും ഉണ്ട്. ഇവിടെ എന്താ? ഇവിടെ ഒരു എപ്പികോട്ടൈലും ഉണ്ട്. ആൻഡ് ഈ എപ്പികോട്ടൈല് ഷൂട്ട് അപെക്സ് ആണ്. ഷൂട്ട് അപെക്സ് എന്ന് വെച്ചാൽ സ്റ്റെമ്മൊക്കെ ഫോം ചെയ്യുന്ന പാർട്ടിന്റെ ടിപ്പ്, അതായത് പ്ലിമ്യൂൾ എന്ന് പറയാൻ പറ്റും. പ്ലിമ്യൂളിൽ നിന്നാണല്ലോ സ്റ്റെംസ് ഒക്കെ ഫോം ചെയ്യുന്നത്. സോ ഈ എപ്പികോട്ടൈലിന്റെ ഏറ്റവും അറ്റത്ത് കാണുന്ന പോർഷൻ ആണ് ഷൂട്ട് അപെക്സ്. ആൻഡ് അവിടെ എന്താ ഉള്ളത്? അവിടെ ഫ്യൂ ലീഫ് പ്രൈമോഡിയ. ഈ പ്രൈമോഡിയ എന്ന് വെച്ചാൽ ലീഫ് ഫോം ചെയ്യുന്നതിന് മുമ്പുള്ള പ്രൈമറി സ്ട്രക്ചർ, അതായത് ഈ ലീഫ് പ്രൈമോഡിയയിൽ നിന്നാണ് പിന്നീട് അങ്ങോട്ട് ലീഫ് ഒക്കെ ഫോം ചെയ്ത് വരുന്നത്, ഒരു പ്ലാന്റ് ഫോം ചെയ്യുന്നു. കാരണം ഈ എംബ്രിയോ പിന്നെ ഡെവലപ്പ് ചെയ്ത് ആണല്ലോ ഒരു ഗ്രോ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആയിട്ട് മാറുന്നത്. സോ ആ ഗ്രോ ചെയ്യുന്ന പ്ലാന്റിൽ ലീഫ് ഉണ്ടാകുന്ന സ്ട്രക്ചർ എന്ന് പറയുന്ന പേരാണ് ലീഫ് പ്രൈമോഡിയ. ഈ ലീഫ് പ്രൈമോഡിയ എംബ്രിയോയിലായിരിക്കും കാണുന്നത്. സോ ഈ ലീഫ് പ്രൈമോഡിയം അതിന് ഉള്ള കാണുന്നത് എവിടെയാ? ലീഫ് പ്രൈമോഡിയ ക്ലിയോപ്റ്റൈലിന്റെ അകത്തായിരിക്കും, അതായത് ക്ലിയോപ്റ്റൈലിനകത്ത് എൻക്ലോസ്ഡ് ആയിട്ടായിരിക്കും നമുക്ക് ലീഫ് പ്രൈമോഡിയ കാണാൻ പറ്റുന്നത്. ഇവിടെ ഈ ഫിഗർ നോക്കിയാൽ കാണാൻ പറ്റും. ഫിഗർ 2.14 എംബ്രിയോ ഓഫ് എ ഗ്രാസ്. ഗ്രാസിന്റെ കോട്ടിലിഡൻ എന്ന് പറയുന്ന പേരെന്തായിരുന്നു? സ്ക്യൂട്ടൽ എന്നാണ് ഗ്രാസിന്റെ കോട്ടിലിഡൻ എന്ന് പറയുന്ന പേര്. അത് എംബ്രിയോണൽ ആക്സിസിന്റെ ഒരു സൈഡിലായിരിക്കും കാണുന്നത്. ഇതിന്റെ വേറൊരു ഫിഗർ ഞാൻ അയച്ചുതരാം, കാരണം ഇത് കുറച്ച് കൺഫ്യൂസിങ് ആണ്. നമുക്കിപ്പോ കോമൺ ആയിട്ട് പറയുവാണെങ്കിൽ മാങ്ങയുടെ സീഡൊക്കെ എന്താ? അതൊക്കെ ഒരു മോണോകോട്ട് എംബ്രിയോയ. സോ അതിനകത്ത് ഒരു പാർട്ട് എൻഡോസ്പേം ആയിരിക്കും. എൻഡോസ്പേമിന് പറയുന്ന പേരായിരിക്കും സ്ക്യൂട്ടല്ലം. സോ അത് കഴിഞ്ഞിട്ടുള്ള പോർഷനിലായിരിക്കും അതിന്റെ എംബ്രിയോ വളരുന്നത്. ഈ എംബ്രിയോയ്ക്ക് ന്യൂട്രിയൻസ് കൊടുക്കാനുള്ള ആളാണ് ആര്? എൻഡോസ്പേം. സോ ഈ എംബ്രിയോ ഗ്രോ ചെയ്യാനായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള, അതായത് എംബ്രിയോ ഒരു ഫുൾ പ്ലാന്റ് ആയിട്ട് മാറാനുള്ള സ്ട്രക്ചേഴ്സ് ഒക്കെ അതിനകത്ത് ഉണ്ടാവണം. സോ ആ സ്ട്രക്ചേഴ്സിന് ഉള്ള പറയുന്ന പേരാണ് ക്ലിയോപ്റ്റൈലും ഷൂട്ട് അപെക്സ് അതുപോലെയുള്ള പാർട്സ് ആയിട്ട് നമ്മൾ പറയുന്നത്. സോ ഈ എംബ്രിയോയുടെ അകത്തുള്ള ക്ലിയോപ്റ്റൈലിന് പറയുന്നത് എന്താ?
അത് ഈ ഷൂട്ടിന്റെ പോർഷനിലെ ഏറ്റവും എൻഡി കാണുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ്. അതിന് പറയുന്ന പേരാണ് ക്ലിയോപ്റ്റൈൽ. ക്ലിയോപ്റ്റൈലിന്റെ അകത്തായിരിക്കും പ്ലിമ്യൂൾ കാണുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഡൈക്കോട്ടിനകത്ത് എന്തായിട്ട് മാറും? പ്ലിമ്യൂള് സ്റ്റെമ്മിന്റെ പാർട്ടായിട്ട് മാറാനുള്ളത്. അതുപോലെ തന്നെ മോണോകോട്ടിലിഡൻസിലും പ്ലിമ്യൂൾ എന്ന് പറയുന്നത് സ്റ്റെമ്മിന്റെ പാർട്ടായിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഷൂട്ട് അപെക്സ്, അതായത് ഒരു ചെടിയുടെ മേലിലേക്ക് പോകുന്ന പാർട്സ്, അതായത് ഗ്രീൻ കളറുള്ള പാർട്സ് ആയിട്ട് മാറുന്ന ആളാണ് ആര്? പ്ലിമ്യൂൾ. പിന്നെ ഇവിടെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഈ പ്ലിമ്യൂളിന്റെ കൂടെ തന്നെ കുറച്ച് ഷൂട്ട് അപെക്സിന്റെ കൂടെ തന്നെ ലീഫ് പ്രൈമോർഡിയ, അതായത് ലീഫ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള കുറച്ച് സ്ട്രക്ചേഴ്സും കൂടെ ഈ ക്ലിയോപ്റ്റൈലിന്റെ അകത്ത് കാണാറുണ്ട്. പിന്നെയുള്ള പാർട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റേഡിക്കലും റൂട്ട് ക്യാപ്പും. ഈ റേഡിക്കലിന് നമ്മൾ പറഞ്ഞു അത് റൂട്ടായിട്ട് ഫോം ചെയ്യാനുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ മോണോകോട്ട് സീഡിന്റെ എംബ്രിയോയിലും റേഡിക്കൽ എന്ന് പറയുന്ന ഒരു പാർട്ടുണ്ട്. പിന്നെ ഇവിടെ വ്യത്യാസം വരുന്നത് എന്താ? ഇവിടെ ക്ലീറോ ഹൈസ എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ട്. അതിന്റെ ഫംഗ്ഷൻ എന്താ? റൂട്ട് ക്യാപ്പിനെ അല്ലെങ്കിൽ റേഡിക്കലിനെ റൂട്ട് ക്യാപ്പിനെയും കൂടെ എൻക്ലോസ് ചെയ്തിരിക്കുന്ന ഒരു ടിഷ്യൂ, അതാണ് ക്ലീറോ ഹൈസ. സോ മോണോകോട്ട് എംബ്രിയോയിലേക്ക് വരുമ്പം രണ്ട് എക്സ്ട്രാ സ്ട്രക്ചേഴ്സ് ഉണ്ട്. ക്ലീറോഹൈസ എന്ന് പറയുന്ന ഒരു ലെയറും അതുപോലെ തന്നെ ക്ലീറോപ്റ്റൈൽ എന്ന് പറയുന്ന ലെയറും. ക്ലീറോപ്റ്റൈൽ എന്ന് പറയുന്ന ലെയർ കാണുന്നത് എവിടെയാ? അത് ഷൂട്ടിന്റെ പോർഷനിലായിരിക്കും, അല്ലെങ്കിൽ പ്ലിമ്യൂളിന്റെ പോർഷനിലായിരിക്കും. റേഡിക്കലിന്റെ പോർഷനിൽ കാണുന്ന ഒരു ലെയർ ഓഫ് ടിഷ്യൂ ആണ് ക്ലീറോഹൈസ. ക്ലിയർ ആയോ? ഇത് ക്ലിയർ ആണ്? ഓക്കെ. ഇതിന്റെ ഫിഗർ ഇമ്പോർട്ടന്റ്, ഇതിന് നോട്ടായിട്ട് എഴുതാനും ചോദിക്കാനുള്ളത് കേട്ടോ. മോണോകോട്ടും ഡൈക്കോട്ടും വേറെ വേറെ ചോദിക്കാറുണ്ട്, ലേബിൾ ചെയ്യാനും ഒക്കെ ചോദിക്കാറുണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എട്ട് മണിയായി. കുറച്ചു നേരം കൂടി കണ്ടിന്യൂ ചെയ്യുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എല്ലാവർക്കും? ഇന്ന് ക്ലാസ് വേറെ എന്തെങ്കിലും ഉണ്ടോ? പക്ഷെ കേൾക്കാൻ പറ്റുന്നില്ലടാ. മെസ്സേജ് ആയിട്ട് എന്തെങ്കിലും ടൈപ്പ് ചെയ്തിടാവോ ഗ്രൂപ്പില്? ക്ലാസ് ഉണ്ടല്ലേ? ഓക്കെ. ഇതിന്റെ നാളെ കണ്ടിന്യൂഷൻ എടുക്കണോ അതോ അടുത്ത ആഴ്ച മതിയോ? എന്താ എല്ലാവരുടെയും അഭിപ്രായം? നാളെ എടുത്തു വെച്ച് കുഴപ്പമില്ല. ഹലോ അഭിനവ, കേൾക്കുന്നില്ല. നാളെ എടുത്തു വെച്ച് കുഴപ്പമില്ല. കുഴപ്പമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു നാളെ ഒരു ഹാഫ് അവർ കൊണ്ട് ഈ ചാപ്റ്റർ തീർക്കാം കേട്ടോ. ടീച്ചറോ നാളെ നിങ്ങൾ സമയം പറഞ്ഞാൽ മതി. 7:30. ഒരു 7 തൊട്ട് എടുക്കാവോ? 7 തൊട്ട് 7 തൊട്ട് 8 വരെ എടുക്കാം. അരമണിക്കൂർ കൊണ്ട് തീരും കേട്ടോ. അന്ന് 8 തൊട്ട് 8 വരെ എടുക്കാവോ? ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാം. 8 വരെ എപ്പോഴായാലും സമയം ഗ്രൂപ്പിൽ ചോദിക്കാം, അന്നേരം പറഞ്ഞാൽ മതി കേട്ടോ, ഉറപ്പിച്ചിട്ട്. നാളെ എന്തായാലും 7 to 8 ഞാൻ ഫ്രീ ആയിരിക്കും. എപ്പോഴേലും നമുക്ക് അരമണിക്കൂർ എടുക്കാം കേട്ടോ. അതുകൊണ്ട് തീർക്കാം ഈ ചാപ്റ്റർ. സോ അടുത്ത ആഴ്ച ഹ്യൂമൻ റീപ്രൊഡക്ഷനും പഠിക്കണം, ആൻജിയോസ്പേമിന്റെ ഈ ചാപ്റ്ററും പഠിക്കണം കേട്ടോ. ഫുള്ള് പഠിച്ചേക്കണേ. പിന്നെ വേണം നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടി നോക്കിയിട്ട് അടുത്ത പുതിയ ചാപ്റ്ററിനകത്തേക്ക് തുടങ്ങാം. ആർക്കെങ്കിലും സ്കൂളിൽ തുടങ്ങിയ പുതിയ ചാപ്റ്റേഴ്സ്? ഇല്ല, ഇത് ഫസ്റ്റ് സെക്കൻഡും ആയുള്ളൂ. സുവോളജിയുടെ ഫസ്റ്റും ബോട്ടണിയുടെ ഫസ്റ്റും ആയുള്ളൂ. സെക്കൻഡൊന്നും ആയിട്ടില്ല ഇതുവരെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്താലോ? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിലോ അല്ലെങ്കിൽ ഗ്രൂപ്പിലായിട്ടോ ഒക്കെ ചോദിച്ചാൽ മതി കേട്ടോ. അപ്പൊ നാളെ സമയം ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞേക്കാം. അപ്പൊ ശരി, താങ്ക് യു. താങ്ക് യു മാം.